لله رب العالمين الرحمن الرحيم صدق الله العلي العظيم صدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ക്ലാസ് തഫ്സീറാണ്, തഫ്സീറുൽ ഖുർആൻ. നമ്മൾ ഓതി വച്ചത് അൽഹംദുലില്ലാഹി എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അതിലെ അൽ എന്തിനെ കുറിക്കുന്നു എന്നും ഹംദ് എന്നുള്ളത് എന്താണ് എന്നും ഹംദ്, മദ്ഹ്, ശുക്ർ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നും എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു, അൽ മദ്ഹു ലില്ലാഹി എന്നോ അശ്ശുക്റു ലില്ലാഹി എന്നോ പറയാമായിരുന്നില്ലേ? അതുപോലെ അഹ്മദുല്ലാഹ എന്നോ നഹ്മദുല്ലാഹ എന്നോ അങ്ങനെയും പറയാമായിരുന്നില്ലേ? ആശയം ഒന്ന് തന്നെയല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ സ്ഥല കാലത്തിനോട് പരിമിതമല്ല. സ്തുതിക്കുന്നവന്റെ സ്ഥലത്തിനോടും അവന്റെ സമയത്തോടും അല്ലെങ്കിൽ അവന്റെ ആയുസ്സിനോടും പരിമിതമല്ല അള്ളാഹുവിനുള്ള സ്തുതി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ സ്തുതിക്കാൻ ഉള്ളതായിരിക്കുന്ന കാരണം അവനിലുണ്ട്. അവൻ എന്തുകൊണ്ടാണോ വാഴ്ത്തപ്പെടേണ്ടത്, ഒരാളെ എന്തുകൊണ്ടാണോ വാഴ്ത്തപ്പെടേണ്ടത്, ആ കാര്യങ്ങളെല്ലാം അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അള്ളാഹുവിൽ മേളിച്ചത് കൊണ്ടാണ് അവനെ സ്തുതിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ അവനെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഫാത്തിഹയിലൂടെ അവൻ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണം അവൻ ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തവയുമാതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും പുകഴ്ത്തലാണല്ലോ, സ്തുതിക്കലാണല്ലോ ഹംദ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം തന്നെ നിങ്ങൾ എണ്ണിക്കണക്കുകയാണെങ്കിൽ, അതിന്റെ വൈപുല്യത നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമല്ല. അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹത്തെ പോലെ നമുക്ക് ഹിസായ് ചെയ്യാൻ, തിട്ടപ്പെടുത്തി അതിനെ മുഴുവനായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നാൽ മറ്റുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഹംദ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ആകെ ക്ഷീണിച്ചു പോകുമായിരുന്നു. അല്ലെങ്കിൽ ഓരോരുത്തരും വിവിധ തരത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കും, കാരണം അവരവനാണ് കഴിയുന്ന രീതിയിലൊക്കെ. പക്ഷെ അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മതിയാക്കി തന്ന്, ആ വിഷമങ്ങളൊന്നും അള്ളാഹു നമുക്ക് വെച്ച് തന്നില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതെന്ന് അള്ളാഹു തന്നെ സ്തുതിച്ച് കാണിച്ചു തന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ഒരിക്കൽ തന്റെ ഈ കോവർ കൈത നഷ്ടപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് ആ കോവർ കൈതയെ തിരിച്ച് എത്തിക്കുകയാണെങ്കിൽ, എന്റെ കയ്യിൽ അള്ളാഹു എനിക്കത് നൽകുകയാണെങ്കിൽ ഞാൻ അവനെ എല്ലാ നിലക്കും ഞാൻ അവനക്ക് ഹംദ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാന അലി റളിയല്ലാഹു തആല ആ കോവർ കൈത തിരിച്ചു കിട്ടി. അപ്പൊ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? അൽഹംദുലില്ലാഹ് എന്ന് മാത്രം. എല്ലാവരും നോക്കി, നിങ്ങളിപ്പോൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒരുപാട് സ്തുതിക്കുന്നല്ല പറഞ്ഞിരുന്നത്.
എല്ലാ തരത്തിലുള്ള മഹാമിദും ഞാൻ അള്ളാഹു തആലക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ എന്ന് മാത്രമാണ് പറഞ്ഞത് കിട്ടി നോക്കുമ്പോൾ. അതിന് വിശദീകരിച്ചത് എന്താണ്? ഈ അൽഹംദുലില്ലാ എന്നുള്ളതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതാണ് അതിന്റെ മഹത്വം. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെയാണോ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള പേര് അതിൽ അടങ്ങി വെച്ചിരിക്കുന്നത്? പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഫാത്തിഹ വെക്കാൻ കാരണം ഒരു നാഥനെ, ഒരു സൃഷ്ടാവിനെ എങ്ങനെ സ്തുതിക്കണം എന്നുള്ളത് ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു കാര്യം നമ്മളെ അതിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്താണ്? റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ ലോക സംരക്ഷകൻ എന്നൊരർത്ഥം. സർവലോകം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ഞാൻ മുമ്പ് ഒരിക്കൽ വായിച്ചു പോയതാണ്. റബ്ബുൽ ആലമീൻ എന്നുള്ളതിന് സർവലോകങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സ്ഥാപിക്കുകയാണ്. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ അന്നത്തെ ശാസ്ത്രക്കാര് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഫലാസിഫത്ത്, ഗ്രീക്ക് റോമൻ തത്വശാസ്ത്രജ്ഞന്മാര്, അവരെന്താ പറഞ്ഞിരുന്നത്? അക്കാലം വരെ ഒരു ലോകമേ ഉള്ളൂ, കാണുന്നതെല്ലാം ഒറ്റ ലോകമാണ് എന്നേ അവർ പറഞ്ഞിരുന്നത്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അൽ ആലമീൻ എന്ന് ബഹുവചനമായിട്ട് പറഞ്ഞത് കൊണ്ടിട്ട് ഇവർ പറയുന്നത് ശരിയല്ല. ഫലാസിഫത്ത്, അന്നത്തെ ശാസ്ത്രജ്ഞരെന്ന് അഭിമാനിച്ചിരുന്നവർ പറഞ്ഞിരുന്ന ആ വാദം ശരിയല്ല. അല്ലാഹു ലോകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ വേറെയും എത്രയോ ലോകം അല്ലാഹുവിനുണ്ടാക്കാൻ കഴിയും. ഈ കാണുന്നത് പോലുള്ള പ്രപഞ്ചം പോലുള്ള അനവധി പ്രപഞ്ചം അല്ലാഹു തആലക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു ലോകം എന്നുള്ളത് ശരിയല്ല എന്ന് മഹാനവർകള് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്? ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്നത്തെ ശാസ്ത്രീയ ലോകം പഴയ ശാസ്ത്രീയ ലോകവുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് പലവിധ ആധുനിക സംവിധാനത്തോടുകൂടെ അന്യഗ്രഹങ്ങളിൽ വരെ പോകാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രീയ ലോകമാണ്. പോയിട്ടുണ്ട്. ചന്ദ്രനിൽ പോയി കാലുകുത്തുകയും അതുപോലെ ചൊവ്വയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ ഏകദേശമൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ പോലും മറ്റിതര ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ചന്ദ്രയാനെ, അല്ലെങ്കിൽ വേറെന്തോ ഒരു പേരുണ്ടല്ലോ, അതിനെയൊക്കെ തന്നെ മംഗലയാന്നോ, അതിനൊക്കെ തന്നെ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളെ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ദൂരം കീഴടക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വിശാലത, ഇതിന്റെ വൈപുല്യം ലോകത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം ആ നക്ഷത്രം എത്രയോ പ്രകാശവർഷങ്ങൾക്ക് അങ്ങകലെ കിടക്കുന്നതാണ്. അങ്ങനെയുള്ള അനവധി നക്ഷത്രങ്ങൾ കൂടിയതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു സൗരയൂഥം. നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ, അപ്പോൾ ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ ഗ്രഹങ്ങൾ, ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് നക്ഷത്രങ്ങളും കാര്യങ്ങളും അതിനുള്ള ഉപഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സൗരയൂഥങ്ങൾ കോടിക്കണക്കിന് സൗരയൂഥങ്ങൾ അടങ്ങിയതായ ഒന്നാണ് എന്തെന്ന് പറയുന്നത് അവര് ഗാലക്സി എന്ന് പറയുന്നത്. ഗാലക്സികൾ, കോടാനുകോടി ഗാലക്സികൾ അടങ്ങിയതിനാണ് നെബുല എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഒരു സൂപ്പർ നോവ എന്ന് പറയുന്നു. ഇങ്ങനെ വികസിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കുത്ത്, വെറും ഒരു കുത്ത് മാത്രമാണ്, ഒരു ഡോട്ട് മാത്രമേ കാണാൻ
അത്രക്ക് വളരെ നിസ്സാരപ്പെട്ടതാണ് നമ്മുടെ ഈ ഭൂമി. കാരണം സൗരയൂഥത്തിലെ പെട്ട ഒന്നാണല്ലോ നമ്മുടെ ഭൂമി. അപ്പൊ ഈ പ്രപഞ്ചം ഇതുപോലുള്ള ഒരുപാട് ഭൂമിയെ പോലെ ഇരിക്കുന്ന ഒരുപാട് ഭൂമികളുണ്ടെന്നാ പറഞ്ഞത്. ഭൂമിയെ പോലെയുള്ള ഭൂമിയുള്ള അടങ്ങുന്ന ഗ്രഹങ്ങൾ സൗരയൂഥങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ശാസ്ത്രീയ ലോകത്തിനെ തിരുത്തിയത് എന്തുകൊണ്ടാ? പരിശുദ്ധ ഖുർആനിലെ ആലമീൻ എന്ന വാക്കുകൊണ്ടാണ്. ആലമീൻ, ലോകങ്ങൾ. നിങ്ങൾ പറയുന്നത് ഒരു ലോകമല്ല, അതിവിടെ കണ്ടില്ലേ സഹോദരന്മാരെ എന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സർവ്വ ലോകങ്ങളാണ്, ഒരുപാട് ലോകങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യനെ പോലുള്ള കോടിക്കണക്കിന് സൂര്യനുണ്ട്. മുമ്പ് പഴയ കിതാബിലൊക്കെ കാണപ്പോഴും സൂര്യൻ എന്നുള്ളത് ഒരു ജിസ്മിന് ഒരു ജിൻസിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഒന്നിലധികം ഇല്ലാത്തതായ ഒരു ജിൻസിന് പറയാറുണ്ട് അവർ. യഥാർത്ഥത്തിൽ ഒറ്റൊന്ന് മാത്രമുള്ളതിനുള്ളതായ പേരായിട്ടാണ് ഷംസ് എന്നുള്ളത് അവർ പറഞ്ഞിരുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പക്ഷേ ഇന്നത് തിരുത്തിയില്ലേ? അന്ന് തിരുത്തേണ്ടി വന്നിരിക്കുകയാണ്. ആ ഉദാഹരണം ഇനി എന്തല്ല കാലഹരണപ്പെട്ട് കഴിഞ്ഞ് ഒന്നിലധികം അവരുടെ ദൃഷ്ടിയിൽ ഇല്ലായിരുന്നു എന്ന് വെക്കണം. ഇന്ന് സൂര്യന്മാര് തന്നെ കോടിക്കണക്കിന് സൂര്യന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ സൂര്യഗോളം പോലുള്ള സൂര്യഗോളങ്ങൾ. സഹോദരന്മാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊക്കെ തന്നെ എന്നെപ്പോലുള്ള പലരും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു സൂറത്തുൽ ബഖറയിലെ സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്തുണ്ടല്ലോ, വയതഫക്കറൂന ഫീ ഖൽഖിർ റഹ്മാനി സുബ്ഹാനക മാ ഖലഖ്ന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതുൻ ലിൽ അൽബാബ് അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി യഖൂലൂന സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാതിലൻ ഫഖിന അദാബൻ നാർ. പടച്ചവനെ, ഈ കാണുന്ന ഗ്രഹങ്ങളും ഈ കാണുന്നതായ നക്ഷത്രങ്ങളൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ. അതായത് സത്യവിശ്വാസികളുടെ ഗുണം എന്താ പറയുന്നത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുന്നുള്ള ആകാശഭൂമികളുടെ അതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടായത് ചിന്തിച്ച് അവർ അതിനെ കണ്ടെത്തിക്കൊണ്ട് അവരെന്ത് പറയും? സുബ്ഹാനക്, പടച്ചവനെ നിന്റെ പരിശുദ്ധത ഞങ്ങൾ വാഴ്ത്തുകയാണ്. നിന്റെ പരിശുദ്ധത, നിനക്കല്ലാതെ ഇതൊക്കെ ആർക്ക് സൃഷ്ടിക്കാൻ കഴിയും? നിന്റെ പരിശുദ്ധത ഞങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഫഖിന അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങൾ നരകത്തിന്റെ ശിക്ഷയെ തൊട്ടുകൊണ്ട് കാത്തുരക്ഷിക്കണേ. ഇവിടെ എന്താണ് ഇപ്പൊ ഈ ആകാശഗോളങ്ങളും ആകാശവും, അതായത് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും കാര്യങ്ങളും ഒക്കെ, അതും ഈ നരകവും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഇതിപ്പോ ഇങ്ങനത്തെ എന്താ ഈ ആയത്ത് ഈ രണ്ട് വേർഡുകൾ തമ്മിൽ എന്താ ബന്ധം? പടച്ചവനെ, ഇതൊക്കെ നിന്റെ പരിശുദ്ധത വാഴ്ത്തുന്നു. ഞാൻ സ്വർഗം തരണമെന്നല്ലേ പറയേണ്ടത്? അങ്ങനെയും പറയാമല്ലോ. ഇവിടെ ഈ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്താ? അത് ചിന്തിച്ച കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ എന്റെ വായനയുടെ ഇടയിൽ എനിക്ക് അതിന്റെ രഹസ്യം മറ്റൊരാളും ഇതേ ആശയം പങ്കുവച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്താ അള്ളാഹുവിന്റെ ഈ ആയത്തിൽ എന്താ ഉള്ളത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിച്ചുകൊണ്ട് അവസാനം ഇതിലേക്ക് എത്തുന്നു. നരകം അവൻ ഓർമ്മ വരികയാണ്. ആകാശഗോളങ്ങളെ കുറിച്ച് നോക്കൂ. ഈ നമ്മുടെ സൂര്യനെ പോലുള്ള എത്രയോ അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ വലിപ്പമുള്ളതുമായിരിക്കുന്ന സൂര്യന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ചൂടൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഈ നമ്മുടെ സൂര്യനേക്കാളും വലിപ്പമുള്ളതായിരിക്കുന്ന സൂര്യന്മാർ കോടിക്കണക്കിന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ അതാണല്ലോ. അപ്പൊ അതിന്റെ ചൂടും അതിന്റെ താപവും എല്ലാം ചിന്തിച്ചുകൊണ്ട്, അതായത് ഇത്രയും കഠോരമായിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം കൂട്ടിയടിക്കാതെയും ഒക്കെ ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൂര്യന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജ് പോയപ്പോൾ ഇതെല്ലാം കണ്ടിരിക്കുമല്ലോ. തീർച്ചയായിട്ടും കണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്മാരെ കാണുമ്പോൾ നമുക്ക് നരകം ഓർമ്മ വരികയാണ്. അതാണല്ലോ ആകാശഭൂമികൾ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ. അതിനെ സൃഷ്ടിപ്പ് ചിന്തിക്കുമ്പോൾ, ഈ ഗോളങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ നരകത്തെ ഓർമ്മ വരികയും ആ നരകത്തിൽ നിന്ന് ഈ സൂര്യന്മാർക്ക് ഇത്രമാത്രം ചൂടും അതുപോലെ താപവും ഒക്കെ ഉണ്ടെങ്കിൽ നരകത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ള ആലോചന വരിക. അതായിരിക്കും അതിന്റെ ബന്ധമെന്ന് ഒരാള് ഒരു അഭിപ്രായം പറയുകയുണ്ട്. അത് എനിക്കും വളരെ ഹൃദ്യമായി തോന്നി. ഫഖിന അദാബന്നാർ, അതുകൊണ്ട് പടച്ചവനെ നരകത്തിന്റെ ശിക്ഷയെ ഞങ്ങൾ കാക്കണേ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട റാസി റഹ്മത്തുള്ളാഹി അലൈഹി
അന്ന് പറഞ്ഞ ആ ഇബാറത്ത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഇവിടെ തഫ്സീർ റാസിയിൽ ഉണ്ടത്. അത് വളരെ അടിവരായിട്ട് നമ്മൾ അറിയേണ്ട ഒരു തഫ്സീറാണത്. ഇത് റബ്ബുൽ ആലമീൻ, ഒരു ലോകമെന്നല്ല, ഒരു ആലമല്ല, പല അനവധി ആലമുകൾ. വേറെ കുറെ തഫ്സീറുകളിലൊക്കെ വേറെയും പല അഭിപ്രായങ്ങൾ. ആലമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിന്റെ പദത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കും. അതിന് മുന്നായിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പറയാണ്. ആലം എന്ന് പറയുന്നത് എന്തെല്ലാം ആലമുണ്ട്? ചിലർ പറയുന്നു ആലം എന്നുള്ളത് പിന്നെ ആലമുൽ ഇൻസ്, ആലമുൽ ജിന്ന്, ആലമുൽ മലായിക്ക, ആലമുൽ നംല്, അടോ അതൊക്കെ ആലമ് തന്നെയാണ്. കേൾക്കുന്നല്ലേ സഹോദരന്മാരെ? സ്ക്രീൻ ഒന്നാണ്, അങ്ങനെയല്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോ ആലം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ലോകം എന്നാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ലോകങ്ങളായിട്ട് എണ്ണണം. ഓരോന്നിനും ഓരോ ലോകങ്ങളായിട്ട്. ഇങ്ങനെ പിന്നെ മനുഷ്യലോകം അതിനൊരു ആലമായിട്ട് എണ്ണ. അങ്ങനെയാണ് നമുക്ക് ആലം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രപഞ്ചം, നമ്മൾ കാണുന്നതായ ഈ ദൃഷ്ടിപ്രപഞ്ചം, അതുപോലുള്ളായിരിക്കുന്ന പ്രപഞ്ചങ്ങൾ തന്നെ വേറെ ഉണ്ടെന്നും അങ്ങനെയും വെക്കാം. ഒരുപാട്, അതായത് പരിശുദ്ധ ഖുർആന്റെ പദങ്ങൾക്ക് അനവധി അർത്ഥങ്ങൾ വരാം. എല്ലാം ശരിയാവും. പഴയ തഫ്സീറും ഇന്നത്തെ തഫ്സീറും ഒക്കെ ശരിയാവും. ഇന്നത്തെ തഫ്സീർ നമുക്ക് കുറച്ചും കൂടി വൈപുല്യമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇന്നത്തെ തഫ്സീർ അനുസരിച്ചുകൊണ്ട് ആലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അന്നേക്ക് നമ്മളത് ലോകങ്ങൾ എന്ന് പറയാം. മുമ്പൊക്കെ പറഞ്ഞ തഫ്സീറിലൊക്കെ എന്താണ് പറയുന്നു? യുത്ലഖുൽ ആലം അലാ കുല്ലി നൗഇൻ, ഓരോ ഇനത്തിനും അതിനെ സംബന്ധിച്ചും അതിന്റെ ലോകം എന്ന് പറയാം. എറുമ്പുകളുടെ ലോകം, അവിടെ എറുമ്പുകളുടെ ലോകമാണ് അല്ലേ? എറുമ്പുകളുടെ ലോകം, അത് അവരുടെ ലോകത്ത് അതിനെക്കുറിച്ച് ഒരു ലോകം എന്ന് പറയാം. അല്ലെങ്കിൽ പക്ഷികളുടെ ലോകം അല്ലേ? പക്ഷികളുടെ ലോകം അങ്ങനെ പറയാം. അപ്പൊ മലക്കുകൾക്കൊരു ആലമുണ്ട്, ജിന്നുകളും ഒരു ആലമ തന്നെയാണ്, എറുമ്പുകളും ആലമുകൾ തന്നെയാണ്, കുതിരകള്, കഴുതകള്, പർവ്വതങ്ങള്, ഭൂമികള്, ആകാശങ്ങൾ, ഇങ്ങനെ എല്ലാ ഐറ്റത്തിലെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആലമീൻ, സർവ്വലോകങ്ങളുടെയും അങ്ങനെ പറയുന്നുണ്ട്. സർവ്വലോകങ്ങളുടെയും റബ്ബ്. പിന്നെ മറ്റു ചിലർ പറയുന്നുണ്ട് പിന്നെ എന്താ ഇവിടെ വഖ്തുലിഫ ഫിൽ അവാലിബ് ഫഖീല അൽഫു ആലമിൻ 400 ഫിൽ ബർരി വ 600 ഫിൽ ബഹർ. ആലം എന്ന് പറയുന്നത് 1000 ലോകമാണ് പോൽ. ഇതൊക്കെ മുന്നേ വേറെ ചില തഫ്സീറുകളിലുള്ളതാണ്. ആലം എന്ന് പറയുന്നത് 1000 ലോകം, 400 ലോകം കരയിലും 600 ലോകം കടലിലുമാണ്. അങ്ങനെ ചിലർ. വേറെ ചിലര് ഖീല 810 അൽഫ് ആലം, 18,000 ആലം. ലോകം 18,000 ലോകം. അപ്പൊ ഈ ലോകം 18,000 ഉണ്ട്. ദുന്യവിയ ലോകം ഇവന് ഒരു ആലം. അങ്ങനെയുള്ള 18,000 ലോകമുണ്ട് എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ 40 അൽഫ് ആലം, 40,000 ലോകമുണ്ട്. ദുന്യാവ് ഒന്ന് മാത്രമാണ്. ചിലർ പറയുന്നത് 360 ലോകമുണ്ട്. സലാസമയത്തു ഹുഫാത്തുൻ ഒറാത്തുൻ, അതിൽ 300 ലോകത്തിലും നഗ്നരായിരിക്കുന്ന, പാദരക്ഷയില്ലാത്തതായിരിക്കുന്ന ആളുകളാണ്. അവരവരെ ഖാലിക്കിനെ അറിയുന്നില്ല, സൃഷ്ടാവിനെ അറിയാത്ത, ചെരുപ്പൂടാത്ത നഗ്നരായിരിക്കുന്ന 300ഓളം ആളുകൾ ജീവിക്കുന്നതായ, അതായത് 300ഓളം ലോകങ്ങളുണ്ട് എന്നുള്ള, അവർ ഖാലിക്കിനെ അറിയാത്ത. സിത്തൂന എൽബസൂന സിയാബ വരീഷ, 60 വിഭാഗം വസ്ത്രങ്ങളും തോലുകളൊക്കെ ധരിക്കുന്നവരാണ്. അങ്ങനെ ചിലര്. വക്കീല 80 അൽഫ്, 80,000 എന്നും. 40 ഫിൽ ബർ വ 40 ഫിൽ ബഹർ, 40,000 കരയിലും 40,000 സമുദ്രത്തിലുമായിട്ട്. കാബുൽ അഹ്ബാർ റളിയല്ലാഹു പറയുന്നു, ലാ യുഹ്സി അദദൽ ആലമി ഇല്ലല്ലാഹ്, ലോകത്തിന്റെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആലം എന്ന് പറയുന്നതിന്റെ എണ്ണം അള്ളാഹ്ക്കേ. അതിനെന്താ തെളിവ് പറഞ്ഞത്? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ അറിയുകയില്ല. അത് ഖുർആൻ ആയത്താണ്. അപ്പൊ ഇതിന്ന് മഹാനവറുകൾ പറയുന്നു, ആലമിന്റെ എണ്ണം
അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കുറെ കണക്കുകളൊക്കെ ഉണ്ട്, മനസ്സിലായില്ല. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അവിടെ തഫ്സീറിൽ ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കിയിരിക്കാം എന്നതാണെന്നുള്ളൊക്കെ സാധ്യതകളാണ്. വേറെ ചിലർ പറയുന്നത് അന്ന ബനി ആദമ അഷറൻ ഒഷുറുൽ ജിന്നീൻ, അങ്ങനെ ആദം സന്തതികൾ ജിന്നുകളുടെ 10 ജിന്നുകളുടെ 10 ആദം സന്തതികൾ മനുഷ്യര്. ബനി ആദം വൽ ജിന്നു ഉഷുറു ഹൈവാനാത്തിൽ ബരി, ആദം സന്തതികളും ജിന്നുകളും കൂടി കരജീവികളുടെ 10. ഇപ്പൊ മനുഷ്യൻ ജിന്നുകളുടെ 10, മനുഷ്യനും ജിന്നും കരജീവികളുടെ 10. ഹവാനാത്തുൽ ബരി ഉസുറു തൈരി, കരയിലെ ജീവികള് പക്ഷികളുടെ 10. പക്ഷി സമൂഹത്തിന്റെ 10 മാത്രമേ കരജീവികളുള്ളൂ. വത്തൈറു ഉഷുറു ഹവാനാത്തുൽ ബഹരി, സമുദ്രത്തിലെ ജീവികളുടെ 10 പക്ഷി ലോകം. ഹവാനാത്തുൽ ബഹരി ഉഷുറു മലായിക്കത്തുൽ അർളി, പിന്നെ സമുദ്രത്തിലെ ജീവികൾ ഭൂമി ലോകത്തുള്ള മലക്കുകളുടെ 10 മാത്രമേ ഉള്ളൂ. മലായിക്കത്തുൽ അർളി ഉഷുറു മലായിക്കത്തി സമായി ദുന്യ, ഭൂമിയിലെ മലക്കുകളുടെ എണ്ണം ആകാശത്തിലെ മലക്കുകളുടെ 10 മാത്രമേ ഭൂമിയിലുള്ള മലക്കുകളുള്ളൂ. വഹക്കഥ കുല്ലു സമായിൻ ഉഷുറു മാ ഫൗക, ഓരോ ആകാശങ്ങളും അതിന് മേലുള്ളതിന്റെ 10 മാത്രമാണ്. മലായിക്കത്തു സാബിയത്തി അശറത്ത, പിന്നെ ആകാശത്തിലെ മലക്കുകൾ അർഷിന്റെ കാക്കുന്നവരിൽപ്പെട്ട മലക്കുകളിൽ നിന്ന് 10 സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞു പോകുന്നു. ഏതായിരുന്നാലും വമാ മിഖ്ദാറു ശിബ്രിൻ മിൻ ദാലിക കാർലി സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ മിഖ്ദാറു ശിബ്രിൻ മിൻ ദാലിക ഇല്ലാ ഫീ മലക്കുൻ സാജിദൻ ഔ റാകിഉൻ ഔ ഖായിമുൻ ലില്ലാഹ്. ആകാശങ്ങളിലെ ഓരോ ഇഞ്ചിലും ഒരു മലക്കുണ്ട്. ആകാശഭൂമികൾ ഓരോ ഇഞ്ചിലും ഓരോ ചാൺ, ശിബിർ എന്ന് പറഞ്ഞാൽ ഓരോ ചാണിലും ഒരു മലക്ക് സുജൂദിലായിട്ടോ റുക്കൂയിലായിട്ടോ ഖിയാമിലായിട്ടോ നിലകൊള്ളുന്നുണ്ട്. ലഹു സജലും ബി അൻവാഇ തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ്, അള്ളാഹുവിന്റെ നാമങ്ങൾ അവർ ഉരുവിട്ടുകൊണ്ട് അവന്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, പരിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. വകുല്ലുഹും ഫില്ലദീന യഹൂമൂന ഹൗലൽ അർശി കഖുദ്റത്തിൻ ഫീ ബഹരിൻ, എല്ലാ മലക്കുകളെയും കൂട്ടി നോക്കിയിട്ട് അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്തും അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് സമുദ്രത്തിലെ തുള്ളി പോലെയാണ്. അതായത് ആകാശലോകങ്ങളിൽ ഓരോ ചാണിലും ഓരോ മലക്കുകൾ സുജൂദലായിട്ടോ റുക്കൂലായിട്ടോ ഖിയാമിലായിട്ടോ നിലകൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ആകാശലോകങ്ങളിൽ മുഴുവനുള്ളതായിരിക്കുന്ന മലക്കുകള് അർശിനെ ചുമക്കുന്ന മലക്കുകളെ ചേർത്ത് നോക്കുമ്പോൾ സമുദ്രത്തെ ഒരു തുള്ളി പോലെയാണ്. സുബ്ഹാന ജല്ല ജലാലോ. അതാണ് അള്ളാഹുവിന്റെ ലോകത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഈ സഹോദരന്മാരെ അള്ളാഹുവിന് ഹംദ് ഉണ്ട് എന്ന് പറയാൻ കാരണം? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ കാരണം അവൻ റബ്ബിൽ ആലമീനാണ്. അതന്നെ. അപ്പൊ അതിന്റെ കാരണമാണത്. എന്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതി? എന്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു? എന്തുകൊണ്ട് സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കണം? അവന്റെ റബ്ബുൽ ആലമീനാണ്. അപ്പൊ അതിന്റെ കാരണമായിട്ടാ വരുന്നത്. റബ്ബുൽ ആലമീൻ, സർവ്വ ലോകങ്ങളെയും സംരക്ഷിക്കുന്നവനായവനാണവൻ. അതുകൊണ്ട് അവനിക്കാകുന്നു എല്ലാ തരത്തിലുള്ള ഹംദും, കാല സ്ഥലങ്ങൾക്ക് അതീതമായും കൊണ്ട് എപ്പോഴും എല്ലാ സമയത്തും എല്ലാ വസ്തുവിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഹംദിനെ സംബന്ധിച്ച് അള്ളാഹുവിനാകുന്നു. മനസ്സിലായില്ലേ? നമ്മൾ നോക്കുക, പിന്നെ ബൈലാവി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ ആലമീൻ അർ റബ്ബു ഫിൽ അസ്ലി, റബ്ബ് എന്ന് പറയുന്നത് ഫിൽ അസ്ലി, അസ്ലിൽ, അതായത് യഥാർത്ഥത്തിൽ അതിന്റെ ആദ്യത്തെ രൂപത്തിൽ, അസ്ൽ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ആദ്യത്തെ വലയിൽ, അസ്ലിലുള്ള അതിന്റെ ആദ്യത്തെ ഉപയോഗത്തിൽ. മസ്ദറിന് അത് മസ്ദറാണ്. റബ്ബ യറുബു റബ്ബൻ,
അല്ലേ? റബ്ബ യറുബ്ബു റബ്ബൻ മസ്തറാണ്. അങ്ങനെയാണല്ലോ മസ്തർ വരല്. അതൊരു എന്റെ സർഫാ പറയുന്നത് കേട്ടോ. സർഫ് എന്ന് പറയുന്നത്. പിന്നെ റബ്ബ യറുബ്ബു റബ്ബൻ, അത് ഏത് മാനാക്കുള്ള ബിമാന തെർബിയത്തിന്റെ മാനാക്ക്. റബ്ബിന്റെ റബ്ബ എന്നുള്ളതിന്റെ ശരിക്കുള്ള മസ്തർ എന്താണ്? റബ്ബൻ എന്നുള്ളതാണ്. പക്ഷെ തെർബിയത്തിന്റെ മാനാക്കാണ്. തെർബിയത്തിന് എന്താ? തെർബിയത്ത് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല സഹോദരന്മാരെ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തെർബിയത്തുകളുണ്ട്. നമ്മുടെ വഫാ സാഹിബിന് ഒരു തെർബിയത്തുണ്ട് കൊടിയത്തൂര്. അതുപോലെ തെർബിയത്തുണ്ട് കോഴിക്കോട് ഒരു തെർബിയത്തുണ്ട്, അല്ലേ? മുസ്ലിങ്ങൾ, അതായത് ഇസ്ലാമിലേക്ക് വരുന്ന പുതു മുസ്ലിങ്ങൾക്ക് ഒരു തെർബിയത്തുണ്ട്. അങ്ങനെ പല സ്ഥലത്തുണ്ട് തെർബിയത്ത്. അപ്പം പിന്നെ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തിയെടുക്കുക, പരിപാലിക്കുക എന്നൊക്കെയാണ് തെർബിയത്ത്. അപ്പൊ കേട്ടോ, വഹിയ എന്താണ് ഈ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ? തബ്ലീഗു ശൈഇ, ഒരു വസ്തുവിനെ എന്ത് ചെയ്യലാണ്? പിന്നെ എത്തിക്കലാകുന്നു. ഒരു വസ്തുവിനെ എത്തിക്കുക. ഇലാ കമാലി, അതിന്റെ പൂർണ്ണമായിരിക്കുന്ന അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക. ഒരു വസ്തുവിനെ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക. അപ്പൊ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ തെർബിയത്തിന്റെ സ്ഥാപനമാണ്. അതിന്റെ തെർബിയത്തിന്റെ പേരൊക്കെ കാരണം എന്താണ്? ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ ദത്തെടുത്തുകൊണ്ട് അതിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ട ശാരീരികവും മാനസികവുമായിരിക്കുന്ന ആരോഗ്യപരമായിട്ടും മതപരമായിട്ടും പിന്നെ വിജ്ഞാനപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ വിഷയത്തിലും അവരെന്ത് ചെയ്യുക? അല്പാൽപമായിട്ട് പടിപടിയായി ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് അവരെ പ്രാപ്തരാക്കി തീർക്കുക. സമൂഹത്തിനും അവരുടെ കുടുംബത്തിനും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു ജനതയായിട്ട്, ഒരു വിഭാഗമായിട്ട്, ഒരു തലമുറയായിട്ട് വളരെ വളർത്തിയെടുക്കുക. അത് തന്നെയാണ്. അപ്പൊ റബ്ബ് എന്നുള്ളതിന് തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅൻ, ഒരു വസ്തുവിനെ അതിന്റെ പരിപൂർണതയിലേക്ക് അല്പാൽപമായിട്ട് എത്തിക്കുക. അതാണ് തെർബിയത്ത്. അപ്പോ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുക്ക് പേര് എന്തുകൊണ്ട് റബ്ബ് എന്ന് പേര് വരാൻ കാരണം എന്താ? അവന് എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയതിനു ശേഷം, ഉണ്ടാക്കുക എന്നുള്ളത് അത് സൃഷ്ടിപ്പ് തന്നെ, അവൻ ഖാലിക്കായി. പിന്നെ ആ ഉണ്ടാക്കിയിട്ട് അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന ഇനായത്ത്, അവന്റെ പരിഗണന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തില് ആലമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്കാം, സർവ്വലോകങ്ങളെയും എല്ലാ വസ്തുക്കളും എടുത്തോളൂ. ആലം എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്. അൽ ആലം മാ സിവൽ ബാരി, അവിടെ പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത സർവ്വസത്തിനിക്കും. അങ്ങനെ ഈ അർത്ഥം എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ആലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല ആലമ് പറഞ്ഞുപെടും. ഒരുപാട് ആലമുകൾ, 18,000 80,000 വരെ ആലമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ആലമുണ്ടായിരിക്കാം. ഇനി ശാസ്ത്രീയ ലോകം, അല്ലെ ശാസ്ത്ര ലോകം വികസിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് അവർ പരീക്ഷണത്തിന് ഇറങ്ങിയാൽ ലോകങ്ങൾ ഇനിയും എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഏതാവട്ടെ ലോകം വെച്ചാൽ അത് മുഴുവൻ മൊത്തത്തിലുള്ള ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ലോകം. ആ ലോകം അള്ളാഹു അല്ലാത്ത സർവ്വസവും അത് ഉണ്ടാകുന്നതിലും അത് ഉണ്ടായതിനു ശേഷം അത് നിലനിൽക്കുന്നതിലും അതാ നിഅമത്തുൽ വുജൂദ്, നിഅമത്തുൽ ബഖാ, രണ്ട് നിഅമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വുജൂദിന്റെ നിഅമത്ത്, അത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള അത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അതുപോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടത് നിലനിൽക്കുകയും വേണ്ടേ? ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിലനിൽക്കുകയും വേണം. നിഅമത്തുൽ ബഖാ, നിലനിൽക്കുക. അപ്പം ഉണ്ടാക്കിയതിന് ശേഷം അതാണ് ഇപ്പൊ അള്ളാഹു ചെയ്യുന്നത് ബഖാ എന്ന് പറയുന്നത്. തബ്ലീഗു ശൈഇ ഇലാ കമാലി ശൈഅൻ ഫശൈഅൻ, ഒരു വസ്തുവിനെ അതിന്റെ കമാലിയത്തിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക അല്പാൽപമായിട്ട്. സുമ്മ വുസിഫ ബിഹി, അപ്പൊ യഥാർത്ഥത്തിൽ അതെന്താകും? മസ്തറാണ്. അതായത് എത്തിക്കുക. റബ്ബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വസ്തുവിനെ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൽ എന്നല്ലല്ലോ, എത്തിക്കുന്നവൻ എന്നല്ല പറയേണ്ടത്. അള്ളാഹു തആലയെ കുറിച്ച് ഒരു ഗുണം, ഒരു വിശേഷണം പറയുമ്പം അവൻ എങ്ങനെയുള്ളവൻ എന്നാ പറയേണ്ടത്, അല്ലെ എത്തിക്കൽ എന്നുള്ള ഒരു പ്രവർത്തനമല്ല അവനെ ഗുണമായിട്ട് പറയേണ്ടത്. അതാ അപ്പൊ മസ്തർ എന്നുള്ളത് അത് എത്തിക്കൽ എന്നുള്ള പ്രവർത്തനത്തിനാണ് പറയുന്നതെങ്കിലും സുമ്മ വുസിഫ ബിഹി, പിന്നെ അതുകൊണ്ട് അള്ളാഹു തആലക്ക് എന്ത് ചെയ്തു? വിശേഷിപ്പിച്ചു. എന്തിനെ? അത് റബ്ബ് എന്ന് പറയുന്ന ആ എത്തിക്കൽ എന്നുള്ളതിന് ലിൽ മുബാലഗത്തി, അത്യുക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഊക്കുകൂട്ടാൻ വേണ്ടി. കസൗമി വൽ അദ്ലി, സൗമ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താ?
നോമ്പ്, മനസ്സിലായില്ലേ? കസൗമ് വൽ അദ്ലി, നീതി. ഒരാളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയലുണ്ട്? ഒരാളെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പിന്നെ നീതിമാൻ എന്ന് പറയാറുണ്ട്. അതിന്റെ അറബി എന്താണ്? ആദിലി എന്നാണ് ശരിയായതിന്റെ അറബി. പക്ഷെ അദിലി എന്നും പറയാറുണ്ട്. സൗമ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാ. നമ്മളെ ശരീരത്തിന്, നമ്മളെ ബാഹ്യവും ആന്തരികമായ ഒതുക്കുന്ന എന്ത് ചെയ്യുക? സൗമ് ചെയ്യുക, അല്ലെ മിണ്ട എന്ത് ചെയ്യുക? പിടിച്ചു നിർത്തുക. പക്ഷെ ആ പ്രവർത്തനത്തെ പക്ഷെ എന്തിന്റെ പേരായി തീർന്ന്? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ വസ്തുവിന്റെ പേരായി തീർന്ന് സൗമ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതില് എന്ന് പറയുന്നത് പോലെ തന്നെ, സൗമ് പോലെ തന്നെ അതില് എന്ന് പറഞ്ഞാൽ നീതി എന്നതാ. ഒരാളെ സംബന്ധിച്ച് അവൻ നീതിയാണെന്ന് എങ്ങനെ പറയാ? അതായത് നീതിയുടെ കട്ടയാണ് അവനെന്നാ. നീതിയുടെ കട്ടയാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവനടെ പിന്നെ ആ മസ്തർ കൊണ്ട് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മനസ്സിലല്ലേ? അതിലെന്ന് പറഞ്ഞതാണ്, അതിലെന്ന് പറഞ്ഞാൽ നീതി എന്നാണ്. പക്ഷെ ആ നീതി എന്നുള്ളത് കൊണ്ട് അങ്ങനെ നീതിമാൻ, അങ്ങനെ നീതി എന്നുള്ള പദം പറയാൻ പറ്റുമോ? ആദിലെന്നല്ലേ പറയേണ്ടത്? പിന്നെന്തിനാ അതിലെന്ന് പറഞ്ഞു ചോദിച്ചാൽ മുബാലകത്തിന് വേണ്ടി. മുബാലകത്ത് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് നീതി എന്ന് പറയുന്ന അവൻ മൊത്തത്തിൽ നീതിയാണ്. അവൻ മൊത്തത്തിൽ നീതിയായി കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ചുകൂടി അത്യുക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ആ മസ്തർ ഉപയോഗിച്ചത്. അതാണ് സുമ്മ ഫുസിഫ ബിഹി ബിൽ മുബാലകത്തി. അതായത് കുറച്ചും കൂടി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യങ്ങള്, അവന്റെ അനുഗ്രഹങ്ങള്, അവന്റെ കരുണ കടാക്ഷങ്ങൾക്ക് യാതൊരു അറ്റവുമില്ല, അല്ലേ? യാതൊരു അറ്റവുമില്ല. അപ്പോ അവന്റെ തെർബിയത്തിന് യാതൊരു അറ്റവുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ. അതുകൊണ്ട് എന്താണ് ആ തെർബിയത്തിന്റെ കട്ടയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ മസ്തർ എന്നുള്ളത് കൊണ്ട് ഒരു അള്ളാഹുവിന്റെ വിശേഷണമാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വക്കീല വേറെ അഭിപ്രായമുണ്ട്. ഹുവ നഅതും മിൻ റബ്ബഹു യറുബ്ബുഹു ഫഹുവ റബ്ബുൻ, റബ്ബഹു യറുബ്ബുഹു ഫഹുവ റബ്ബുൻ എന്നുള്ളത്. അതായത് പിന്നെ റബ്ബഹു കൗലിക നമ്മ യനിമു നമ്മുൻ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമ്മ യനിമു നമ്മുൻ എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ റബ്ബ യറുബ്ബു റബ്ബുൻ. അപ്പൊ അതെന്താണ്? മസ്തറല്ല, അതിന്റെ ഫായിൽ തന്നെയാണ്, കർമ്മം തന്നെയാണ്. അതൊരു നെഹവിന്റെ വിഷയമാണ്. ഇതൊക്കെ ഇങ്ങനെ രണ്ട് രീതിയിൽ വെക്കുമ്പോൾ അർത്ഥങ്ങൾ വ്യാപിക്കുകയാണ്. അർത്ഥങ്ങൾ പരിശുദ്ധ ഖുർആന് അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? വിവിധങ്ങളായ അർത്ഥങ്ങൾ അതിന് ലഭിക്കുന്നു. ഏതായിരുന്നാലും ഈ റബ്ബ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അതിന്റെ പരിപൂർണതയിലേക്ക് അല്പാൽപമായിട്ട് എത്തിക്കുക എന്ന് പറയുന്നതായ ആ തെർബിയത്തിന്റെ മാനാക്കുള്ള ആ ഗുണം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയും ചോദിച്ചാൽ അതാ പറഞ്ഞത്. സുമ്മ സുമ്മിയ ബിഹിൽ മാലിക്കു. പിന്നീട് ഈ റബ്ബ് എന്നുള്ളത് വേറെ ഒരുപാട് അർത്ഥത്തിന് വരാറുണ്ട് കേട്ടോ. ഇതെന്റെ റബ്ബാണ്, അർബാബ് എന്നറിയില്ലേ ഗൾഫിലൊക്കെ, ഈ ഗൾഫിന് വെച്ചാൽ UAE നമ്മൾ പറയുന്നത്. ഇവിടെ ഞങ്ങൾ സൗദി അറേബ്യയിലൊന്നും പിന്നെ ആർക്ക് ഇത് പറയില്ല, ഈ നമ്മുടെ സ്പോൺസർമാർക്ക് അർബാബ് എന്ന് പറയില്ല. പക്ഷെ UAE അർബാബ് എന്ന് പറയില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, അർബാബ് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അർബാബ് എന്ന് പറയാൻ കാരണം? റബ്ബ് എന്ന് വരുന്നതാണ്. എന്റെ ഉടമസ്ഥാൻ, ഇവന്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഉത്തരവാദി ആരാണ്? ഉടമസ്ഥൻ ആരാണ്? അത് മറ്റേ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അർബാബ് എന്ന് പറഞ്ഞത്. റബ്ബ് എന്ന് പോന്നിട്ട് അർബാബ്, റബ്ബിന്റെ ബഹുവചനം അർബാബ്. അപ്പം ഈ സംരക്ഷകന് ഈ റബ്ബ് എന്ന് പേര് വെച്ച എന്തിനു വേണ്ടിയാണ്? ലിയന്നഹു സുമ്മ സുമ്മിയ ബിഹി അൽ മാലിക്കു. പിന്നീട് ഇതുകൊണ്ട്, ഈ റബ്ബ് കൊണ്ട് പേര് വെക്കപ്പെട്ട് അൽ മാലിക്കു, മാലിക്കിനിക്ക്. അതായത് മാലിക്കിനെ സംബന്ധിച്ചും റബ്ബ് എന്ന് ഒരാൾ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറയാറുണ്ട്? റബ്ബ് എന്ന് പറയാറുണ്ട്. അതെന്തിനു വേണ്ടിയാ? ലിയന്നഹു യഹ്ഫളു മാ യംലിക്കുഹു വ യുറബ്ബിഹി. അവന് വളർത്തിക്കൊണ്ടിരിക്കുന്ന, അവൻ തെർബീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ ഉടമയാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ അവൻ സംരക്ഷിക്കും. അതുകൊണ്ട് അവൻ എന്തെന്ന് പറയാറുണ്ട്? റബ്ബ് എന്ന് പറയാറുണ്ട്. അപ്പൊ അവൻ തെർബീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അവന് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഉടമസ്ഥനെ എന്ത് പറയാറുണ്ട്? റബ്ബ് എന്ന് പറയാറുണ്ട്. വേറെ ഒരുപാട് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് ഇങ്ങനെ ഈ മാലിക്കിന്, ഉടമസ്ഥന്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി തന്നെ ഹുവ റബ്ബി അഹ്സന മസ്വായ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്രിലെ രാജാവ് എന്റെ രക്ഷിതാവാണ്, എന്റെ സയ്യിദാണ്, എന്റെ യജമാനാണ്.
അപ്പോൾ സയ്യിദിന്റെ അർത്ഥത്തിന് അവിടെ വരാറുണ്ട്. അതുപോലെ മാലിക് ഉടമസ്ഥൻ എന്നുള്ള അർത്ഥത്തിന് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അർബാബു എന്നൊക്കെ പറഞ്ഞ മാതിരി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ മാലിക്കിനിക്ക് റബ്ബ് എന്ന് പറയാൻ കാരണം? എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഉടമയാക്കുന്ന ഒന്നിനെ അവൻ സൂക്ഷിക്കുകയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ടബലിയന്നോ യഹ്ഫളു മാ യംലികു റബ്ബിഹി, അവൻ ഉടമയാക്കുന്ന ഒന്നിനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പരിപാലിച്ചു കൊണ്ടുവരികയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവനിക്ക് എന്ത് ചെയ്ത് ഈ മാലിക്കിനിക്ക് റബ്ബ് എന്ന് പറയാൻ കാരണം. പിന്നെ ഏതലാട്ടെ, ലാ യുത്ലഖു അലാ ഗൈരിഹി ഇല്ലാ മുഖയ്യദൻ, അവിടെ വലാ യുത്ലഖു അലാ ഗൈരിഹി തആല ഇല്ലാ മുഖയ്യദൻ. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് അള്ളാഹു അല്ലാത്തവർക്ക് നിരുപാധികമായിട്ട് റബ്ബ് എന്ന് പറയൂല. റബ്ബ് എന്ന് അള്ളാഹു അല്ലാത്തവർക്ക് പറയണമെങ്കിൽ അത് സ്വാഭാവികമായിരിക്കണം. വലാ യുത്ലഖു അലാ ഗൈരിഹി തആല, അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുകൊണ്ട് റബ്ബ് എന്ന് പറയാവതല്ല, ഇല്ലാ മുഖയ്യദൻ, സ്വാഭാവികമായിട്ടല്ലാതെ. കഖൗലിഹി, ഒരാളുടെ വാക്കുപോലെ, ഇർജി ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. കണ്ടോ? അപ്പൊ ഇതൊരു സൃഷ്ടിയോടാ പറഞ്ഞത്, ഇർജി നീ പോയിക്കോ, ഇലാ റബ്ബിക, എന്റെ ഉടമസ്ഥനെക്കൊള്ള നീ തിരിച്ചു ചെല്ല്. ഇവിടെ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഇത് നിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് അവിടെ ഒരു കൈതാക്കി പറഞ്ഞു, സ്വാഭാവികമാക്കി പറഞ്ഞു. നിരുപാധികം റബ്ബ് എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രം. റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് റബ്ബ് എന്ന് പറയുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? വേറൊന്നിലേക്ക് ചേർത്തി പറയണം, വേറൊന്നിലേക്ക് അല്ലെങ്കിൽ അലിഫുലാം ഇട്ട് പറയണം. അറബ്ബ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ പറയുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ സൃഷ്ടികളുടെ എന്ത് ചെയ്യും? സൃഷ്ടികളുടേത് മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ടായിരിക്കണം പറയാൻ പറ്റുകയുള്ളൂ. അതാ ഇർജി ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക്, നിന്റെ ഉടമസ്ഥനിലേക്ക് നീ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നത് പോലെ. മനസ്സിലായില്ലേ? ഉടമസ്ഥനിലേക്ക് നീ തിരിച്ചു പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ. പിന്നെ അടുത്ത് ഇനി എന്താ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൽ ആലമു. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഇനിയിപ്പോ നമ്മൾ തഫ്സീറിലൂടെ നോക്കാം. വൽ ആലമു, ആലമു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് തഫ്സീറിലുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാകുന്നു ഹംദ്. എന്തുകൊണ്ട് അള്ളാഹുവിനാണ് ഹംദ് എന്ന് പറയാൻ കാരണം? അവൻ റബ്ബുൽ ആലമീനാണ്, സർവ്വലോകങ്ങളെയും സംരക്ഷിച്ചു പോറ്റുന്നവനാണവൻ, സംരക്ഷകനാണവൻ. അവന് അതിന്റെ ഏതൊരു വസ്തുവിനെ അതിന്റെ പരിപൂർണതയിലേക്ക് അല്പാൽപമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവന് പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണവൻ. അതിന് വേണ്ട വെള്ളവും വളവും നൽകി, ഊർജം നൽകി, അതിനുള്ള എല്ലാ ആവശ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അതിനെ തർബീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അവനിക്ക് ഹംദുണ്ട്. അപ്പൊ ആലം എന്ന് പറഞ്ഞ് വിശദീകരിക്കും. ഇസ്മുൻ ലിമാ യുഅലമു ബിഹി, ആലം എന്ന് പറഞ്ഞതല്ലേ അറിയപ്പെടുന്ന, ഇൽമെന്ന് പോകുന്നതാണ് ആലം എന്നുള്ളത്. അപ്പോ അറിയപ്പെടുന്ന ഒന്നിനിക്കുള്ളതാണ് ആലം. കൽ ഖാത്തമി, അല്ലേ? ഖാത്തമ് കാലബ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഖാത്തം എന്ന് പറഞ്ഞാൽ മോതിരം, കാലബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂഷ എന്ന് പറയും. പഴയ കാലത്ത് മൂഷയിലിട്ട് ഇങ്ങോട്ട് അച്ച് എന്നൊക്കെ പറയുന്നല്ലോ, മൂഷ. കാലബ്, ഖാത്തമ്, യാസമ്, അല്ലെ? യാസം എന്ന് കേട്ടില്ലേ? യാസമീൻ എന്നുള്ള ഒരു സുഗന്ധല്ലേ, ഒരു അത്തറാണ് യാസ്മീൻ. യാസം, അതിന് ശരിക്കും എന്താണ് ഏകവചനം? എന്താണ് യാസം? ആലം പോലെ, ആലമീൻ പറയും പോലെ യാസമീൻ. അല്ലാതെ യാ എന്ന് പറഞ്ഞു യാസമീൻ തടിയുള്ളവനെ എന്നല്ല. ജാസ്മീൻ എന്ന് തന്നെയാണ് സാധനം, ജാസ്മീൻ എന്നുള്ളത്. അതങ്ങനെ ആയി പോകുന്നതാ. യാസ്മീനാണ് യഥാർത്ഥത്തിലത്. മനസ്സിലായി? യാസം എന്നുള്ളതിന്റെ ബഹുവചനം യാസമീൻ, ആലം എന്നുള്ളതിന്റെ ബഹുവചനം ആലമീൻ, ഖാത്തമ് ഖാത്തമീൻ, കാലബ് കാലബീൻ. അപ്പൊ അതായത് അറിയപ്പെടുന്ന ഒന്നെനിക്ക്, അല്ലേ? അപ്പോ പിന്നെ ഖാത്തം എന്ന് പറഞ്ഞാൽ സീല് വെക്കപ്പെടുന്നു എനിക്ക്. സീല്, ഖാത്തം എന്ന് പറഞ്ഞാൽ സീല്, അല്ലെ? ഖാത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സീല്. കാരണം പിന്നെ അതെ, അപ്പോ ഖത്മ് ചെയ്യപ്പെടുന്ന ഒരു സാധനം എനിക്കാണ് ഖാത്തം. അതുപോലെ ആലം എന്നുള്ളത് ഇൽമ്, അതുകൊണ്ട് അറിയപ്പെടുന്നു. എന്തറിയപ്പെടും? ഖാലിക്കിനെ അറിയുന്നത്. ആലം എന്ന് പറഞ്ഞാല് ഖാലിക്കിന്റെ മേൽ, അതിന്റെ സൃഷ്ടാവിന്റെ മേൽ അറിയിക്കുന്നത് എന്ന്. ആലം എന്ന് പറഞ്ഞാൽ ശരിക്കതാണ് ഭാഷാർത്ഥം അപ്പൊ പറയുന്നത്. ആലം എന്ന് പറഞ്ഞാല് സൃഷ്ടാവിനെ അറിയാൻ പറ്റുന്നതൊക്കെ, അതിനൊക്കെ ആലിം എന്ന് പറയാം. അപ്പൊ സൃഷ്ടാവിനെ അറിയുന്നത് ഇപ്പം മനുഷ്യന്മാർ മാത്രമാണോ? അതെന്താ പറയാൻ കാരണം? ഇനി വേറെ ഒന്ന് പറയാം.
വേറൊന്നുകൂടി പറയാം. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുവചനമാക്കി? ആലമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മാസിവൽ ബാരി എന്ന് കാണാം. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുവിനും ആലമെന്ന് പറയാം. പിന്നെ എന്തിനാണ് ബഹുവചനമാക്കിയത്? ബഹുവചനമാക്കിയത് തന്നെ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ടാ. അതേതാണ് ബുദ്ധിയുള്ളവർക്ക് ഉപയോഗിക്കുന്നത്? സഹോദരന്മാരെ, ബുദ്ധിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു ജമ്മ, അതായത് ബുദ്ധിയുള്ള ഒക്കലായിനെ, ബുദ്ധിജീവികളെ ബഹുവചനമാക്കാൻ വേണ്ടി 2 ഹർഫ് 3 ഹർഫ് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാണ് വാവ് നൂന്. വാവ് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളി. എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് സാധാരണക്കാർക്ക് പഠിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആലം എന്ന് പറഞ്ഞാൽ പോരെ, ആലമീന എന്നുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ മുർസലൂന എന്നെന്തുകൊണ്ട് കണ്ടോ, മുർസലൂന അവിടെ എന്തുണ്ട്? അവസാനം വാവും നൂനില്ലേ? മുർസലൂന എന്നുള്ളിടത്ത് എന്തുണ്ട്? വാവും നൂനും ഉണ്ട്. കണ്ടോ, അവസാനം എന്തുണ്ട്? വാവിനു. മുർസൽ എന്ന് പറഞ്ഞാല് അയക്കപ്പെട്ട ആള്, മുർസലൂന അയക്കപ്പെട്ടവര്. അപ്പൊ ബഹുവചനമാക്കാൻ വേണ്ടി വാവും നൂനും ഉപയോഗിച്ചാൽ അത് എന്തിന്റെ ബഹുവചനമാണ്? ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് വാവും നൂനും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പിന്നെ വേറെയും എന്തുണ്ട്? പിന്നെ ആഖിലൂൻ, ബാലിഗൂൻ, ഇങ്ങനെ വാവും നൂനും കൊണ്ട് ബഹുവചനമാക്കിയാൽ അതിന്റെ അർത്ഥം അതെന്താണെന്നാ പറയേണ്ടത്? വാവും നൂനും അതുപോലെ തന്നെ യാവും നൂനും. ആലമീന എന്നുള്ളിടത്ത് എങ്ങനെയാണ്? യാവും നൂനാണ് അല്ലേ? ആലമീന എന്നുള്ളിടത്ത് യാവും നൂന്. അപ്പൊ യാവും നൂനോ വാവും നൂനോ ഒക്കെ ബുദ്ധിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ ബഹുവചനമാക്കിയത്? ആലമീന എന്നുള്ളത് മനുഷ്യരും ജിന്നും മലക്കുകളൊക്കെ എന്താണ്? മനുഷ്യനും ജിന്നും മലക്കുകളൊക്കെ ആക്കിലീങ്ങൾ തന്നെയാണ്. ആക്കിലല്ലാത്തതുണ്ടല്ലോ ആലം എന്ന് പറഞ്ഞതിൽ. ഈ പ്രപഞ്ചത്തിൽ ബുദ്ധിയില്ലാത്ത ഒരുപാട് പലതുണ്ട്. ബുദ്ധിയില്ലാത്ത പലതുണ്ട്. നിർജീവ വസ്തുക്കളുണ്ട്, വേറെ പല സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളുന്ന ആലിമിനെ എന്തുകൊണ്ട് ഈ ബുദ്ധിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബഹുവചനമാക്കി? അതൊരു ചോദ്യമാണ്. അതിനാൽ തഗ്ലീബ് എന്നാണ് അതിന് പറയാം. അതെ, ജാഹിലു എന്ന് പറയല്ലേ, അതിന് അത് ബഹുവചനാണ് ജാഹിലൂൻ എന്നുള്ളത്. പിന്നെ അപ്പൊ എന്തുകൊണ്ട് വെച്ചാല് പൊതുവിൽ ജാഹിലു എന്ന് വെച്ചാൽ അറിയേണ്ടതിനെ അറിയാത്തവർക്കാണല്ലോ ജാഹിലു എന്ന് പറയുന്നത്. അപ്പൊ അവർ അറിയേണ്ടവരാണ്, അറിയാൻ കഴിവുള്ളവരാണ്, പാകതയുള്ളവരാണ്, അത് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർക്കും ജാഹിലൂനെന്ന് പറയാം. അപ്പോ വാവും നൂനും അല്ലെ യാവും നൂനൊക്കെ ബുദ്ധിയുള്ളവർക്ക് ബഹുവചനമാക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ ആലമീന എന്നുള്ളത് എന്തുകൊണ്ട് ജമ്മാക്കി എന്ന ചോദ്യത്തിനാണ് പറയുന്നത്. അത് നോക്കുക. അതാ ഇനി മറുപടി. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിനും താഴെ വരുന്നുണ്ട്. ഇവിടെ ആലിമെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒന്നിനിക്കുള്ളത്, അറിയപ്പെടുന്ന ഒന്ന്. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് എന്തറിയപ്പെടുന്നാക്കി? പിന്നെ തഗ്ലീബായി. അത് പിന്നെ ആലം അള്ളാഹുവിനെ അറിയപ്പെടുന്ന ഒന്നിന് എന്നുള്ളത് പിന്നീട് അതിന്റെ അർത്ഥം അങ്ങനെയായി വന്നു. പിന്നീട് ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന ഏതെല്ലാം വസ്തുവിനുണ്ടോ അതിനൊക്കെ ആലം എന്ന് പറയാം. അള്ളാഹുവിനെ അറിയപ്പെടുന്ന എല്ലാറ്റിനെ കുറിച്ചുകൊണ്ടും ആലം എന്ന് പറയും. ബഹുവ അതേതൊക്കെയാണ് അള്ളാഹിനെ അറിയപ്പെടുന്നത്? കുല്ലുമാ സിവാഹു മിനൽ ജവാഹിരി വൽ അറാദ്, അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുമാണ്. മിനൽ ജവാഹിരി, ജൗഹറുകള്, വസ്തുക്കള്, തടികള്, വൽ അറാദി, അതിൽ വെക്കുന്ന ഗുണങ്ങള്. അല്ലെ, പ്രപഞ്ചത്തിൽ ഏത് വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചോളൂ, ഒന്നിരിക്കലും അത് ജൗഹറായിരിക്കും, അല്ലെ അറവായിരിക്കും. ഇതല്ലാത്ത വേറെ സാധനം ഉണ്ടോ? നമ്മളെ അഭിപ്രായത്തിലില്ല. വേറെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ജൗഹറും അറവും അല്ലാത്ത പിന്നെ അഹ്വാലുകൾ എന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിനെപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ചർച്ചകൾ നമ്മൾ എവിടെ കഴിച്ചിട്ടുണ്ട്? നമ്മളെ സനൂസിൽ ആ വിഷയം അതിലേക്ക് ഇപ്പം നമുക്ക് കിടക്കണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞു നോക്കുക. മുസന്നിഫ് മുഖ്താറാക്കുന്ന അഭിപ്രായത്തിന് അതായത് ഇപ്പൊ ആ പറഞ്ഞതിന് ഷോർട്ട് എന്താന്ന് ചോദിച്ചാൽ ഈ മുജറദാത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുള്ള മുജറദാത്ത്, ആത്മാവുകളൊക്കെ, നമ്മുടെ ആത്മാവുകളെ പോലുള്ള മലക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുജറദാത്തിലായിട്ടാണ് ആരെണ്ണുന്നത്? ചില ആളുകൾ എണ്ണുന്നത് മുജറദാത്ത്. അതായത് എന്തല്ല, ജൗഹറും അല്ല അറളും അല്ല. അതെ, ഇവിടെ ഇപ്പം ലോകം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വസ്തുക്കളും ഒന്നിരിക്കാൻ ജൗഹറായിരിക്കും അല്ലെ അറളായിരിക്കും. ജൗഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൗഹർ എന്ന് പറഞ്ഞാല് ഒരു കണിക മുതൽ കണിക എന്തുണ്ടല്ലോ നമ്മൾ കണിക ഈ കണികൾക്കാണ് എന്തെന്ന് പറയാ? ജൗഹർ എന്ന് പറയാ. ആറ്റം എന്ന് പറയല്ലേ? ആറ്റം ബോംബ് എന്ന് കേട്ടില്ലേ?
ഈ ചെറിയ ഈ വലിയ ഈ ലോകത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടായത് ഏറ്റവും ചെറിയ സാധനത്തിൽ നിന്നാണ്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഏറ്റവും ചെറിയ സാധനമാണ് ലോകം മുഴുവൻ നശിപ്പിക്കുന്നത്. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന അതാ ജൗഹർ. അപ്പോൾ അതിൽ നിന്നാണല്ലോ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് ഇല്ലേ? ഈ ആറ്റങ്ങൾ കൂടി കൂടി വരുമ്പോഴല്ലേ ഞാൻ നിങ്ങൾക്ക് എത്ര ഒരുപാട് ആറ്റം കൊണ്ട് ഉണ്ടായിത്തീർന്ന വസ്തുക്കളാ. നമ്മുടെ ശരീരം എത്രമാത്രം ജീനുകളുണ്ട്, അതൊക്കെ എന്താണ് ഓരോന്ന് കൂടി കൂടി ചേർന്നുള്ളതാണല്ലോ കാണുന്നതൊക്കെ. അപ്പൊ ഒന്നിരിക്കും എന്താണ് അത് ജൗഹറാണ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജൗഹറുമേൽ ഉണ്ടായിത്തീരുന്ന നിറങ്ങള്, അതിന്റെ വീതി നീളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എന്ത് പറയുന്നത് അറിവ് എന്ന് പറയാം. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒന്നിരിക്കും തടി, അല്ലെങ്കിൽ ആ തടിയും അതിന്മേൽ ആ വസ്തുവിനെ അറിയിക്കുന്നതായ ജൗഹർ. അപ്പൊ നമ്മളിപ്പോ ഒരു പഴം നമ്മുടെ കയ്യിൽ, ഒരു മാമ്പഴം നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചോളി. ആ പഴം എന്താണ് നല്ല മഞ്ഞ നിറമാണ് അതിന്റെ തൊലിക്കുള്ളതെങ്കിൽ ആ നിറത്തിന് എന്ത് നിറം നമ്മള് ജൗഹർ അറവ് എന്ന് പറയും. ആ മാങ്ങ എന്ന് പറയുന്ന വസ്തു ഉണ്ടല്ലോ, ആ നിറത്തിന് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി. നിറമല്ലാതെ നിറം ഒഴിവാക്കിയിട്ട് ആ വസ്തുവിന് എന്താ പറയാ ജൗഹർ എന്ന് പറയും. അതുമേലുള്ള ആയിരിക്കുന്ന മധുരം, അതുപോലെയുള്ള മധുരങ്ങൾ, രുചികളൊക്കെ ജൗഹറാണോ അറളാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ആ നിറത്തിന് എന്തായാലും എന്താ പറയാ അറന്ന് പറയാം. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒന്നിരിക്കൽ ജൗഹറാണ്, അല്ലെങ്കിൽ അറളാകുന്നു. ഫൈൻഹ. അപ്പം പിന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുവിനും ആലമ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങനെ ഒരു പ്രയോഗം വന്നു കഴിഞ്ഞു. ഫൈൻഹ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ആലിമ് എന്ന് പറയാൻ കാരണം? ഫൈൻഹ ലിംകാനിഹ വഫ്തിഖാരിഹ ഇലാ മുഅസ്സിരിൻ വാജിബിൻ ലിദാതിഹി തദുല്ലു അലാ വുജൂദിഹി. ഓക്കിക്കോളൂ. അപ്പം അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളും എന്നുള്ളത്. എങ്ങനെ അള്ളാഹുവിനെ അറിയിക്കുന്നത്? സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ അറിയിക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ, ഈ വസ്തുക്കളൊക്കെ എങ്ങനെ അള്ളാഹുവിനെ അറിയിക്കുന്നു ചോദിച്ചാൽ അതെങ്ങനെ നമ്മൾ പറയാ? ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എങ്ങനെ? അതാ നമ്മൾ നോക്കുക, എങ്ങനെയാന്നുള്ളത് നോക്കുക. ഫൈനഹ തീർച്ചയായിട്ടും ഈ വസ്തുക്കള് ലിംകാനിഹ അവകൾ എന്തുണ്ട്, അതുണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളതായിരുന്നോ അല്ലേ? മുംകിനാണത്. മുംകിൻ വെച്ചാല് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാവുന്ന നിർബന്ധം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതല്ലേ? പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളെയും അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്. അതിന് ബന്ധം ഉണ്ടായിരുന്ന അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഇല്ലായ്മയിൽ നിന്ന് വസ്തു ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? സഹോദരന്മാരെ, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഗണീച്ചിങ്ങിട്ട് വാതിലൊക്കെ തുറന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോണ്ട് അവിടെ നല്ല പിന്നെ ഒരു വണ്ടി സാർ എന്നൊരു പുതിയൊരു വണ്ടി ബൈക്ക് നിങ്ങൾ വീടിന് മുമ്പിൽ അവിടെ കണ്ടു എന്ന് വെച്ചോളി. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? തന്നാൽ അവിടെ എത്തിക്കുക എന്നാ മനസ്സിലാക്കല് ആണോ? നിങ്ങളുടെ മുമ്പിൽ വീട്ടിന് മുമ്പിൽ നല്ല സുന്ദരമായ ഒരു വാഹനം നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ കണ്ടാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നു? അതൊരാൾ കൊണ്ടുവച്ച ഒരാളുടെ അവിടെ. ആരാണ് കൊണ്ടുവന്നതാ പിന്നെ ചോദിക്കുന്നത്? ആരാണ് വണ്ടി കൊണ്ടുവച്ചത്? അപ്പൊ എന്താണ്? അപ്പോ ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാണെങ്കിൽ അതെന്താണ് ഉണ്ടാക്കിയ ഒരാൾ വേണം. ഇതിപ്പോൾ ഒരു വസ്തുവിനെ കൊണ്ടുവന്നതെന്നുള്ളൂ. ഇതിങ്ങനെ ഇവിടെ എത്തി, ഇത് ഇവിടെ ഇല്ലാത്തൊരു വസ്തു ഇവിടെ ഉണ്ടായല്ലോ അല്ലെ? നമ്മുടെ വീടിന് മുമ്പിൽ എന്തുണ്ടായിരുന്നില്ല? വാഹനം ഉണ്ടായിരുന്നില്ല. ഒരു വാഹനം അവിടെ എത്തി. അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? അതിന്റെ പിന്നിൽ ഒരു പ്രവർത്തിച്ച ഒരാൾ വേണം. അതാണ് ഇംകാൻ എന്ന് പറഞ്ഞാൽ ഇംകാനിഹ. മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ? ഫൈനഹ ഈ വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾ ഇംകാനിഹ അത് മുംകിനാണ്. അതായത് ഉണ്ടാവാൻ നിർബന്ധമായത് ഒറ്റൊന്നുമില്ല ഇതിൽ. അതായത് ഉണ്ടാവാൻ നിർബന്ധം വെച്ചാൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു വസ്തു ഇവിടെ അല്ല. നിരീശ്വരവാദികളൊക്കെ പറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചം പണ്ടേ ഉള്ളതാണ്, വാജിബാണ് അവർ പറയുന്നത്, മുംകിനല്ല. നമ്മൾ മുംകിൻ എന്ന് പറയാൻ എന്താണ്? ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും തുല്യ സാധ്യതയുള്ളതിനാണ് നമ്മൾ മുംകിൻ എന്ന് പറയാം. ഉണ്ടാവാൻ നിർബന്ധമായതിനേക്ക് വാജിബ് എന്ന് പറയും. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് മുംകിനാണ്. അത് ഇല്ലാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിന്ന്, ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും തുല്യ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിനുണ്ടാക്കിയ ഒരാൾ വേണം. കാരണം രണ്ടും തുല്യതായിരുന്നു. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാക്കിയ ഒരാൾ വേണം. ഫൈനഹ ലിംകാനിഹ വഫ്തിഖാരിഹ ഇലാ മുഅസ്സിരിൻ വാജിബിൻ ലിദാതിഹി. കണ്ടോ? ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മുഴുവനും
അതിനുണ്ടാക്കിയതായിരിക്കുന്ന ഒരാളേക്ക് അത് ആവശ്യമാകുന്നുണ്ട്. വാജിബിൻ അവനെ ഇല്ലാത്തി അവൻ ആരുണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയത് ആള്. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ട അവൻ ആരുണ്ടാക്കിയെന്നില്ല. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയ ഒരാളുണ്ടാകുമ്പോൾ അവൻ ആരുണ്ടാക്കിയും ചോദിക്കണ്ട. അവനുണ്ടാക്കി അവന്റെ ദാത്ത് കൊണ്ട് തന്നെ ഉണ്ടായവനാണ്. വാജിബിൻ ലിദാത്തി അവൻ ഉണ്ടായത് വേറെ ഒരുത്തുണ്ടാക്കിയത് കൊണ്ടല്ല, അവന്റെ ദാത്ത് കൊണ്ട് തന്നെ അവന് വാജിബായതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സൃഷ്ടാവിലേക്ക് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മുഴുവനും ആവശ്യമാകുന്നത് കൊണ്ട് തദുല്ലു അലാ വുജൂദിഹി അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന്റെ മേൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം അറിയിക്കുന്നുണ്ട്. നോക്കൂ സഹോദരന്മാരെ, ഒരു അണുവിനെടുത്തോളൂ, അല്ലെങ്കിൽ അമീബ എടുത്തോളൂ, ഏകകോശ ജീവിയ അമീബ എടുത്തോളൂ. ആ അമീബ പിന്നീട് കാലാന്തരത്തിൽ കൂടിച്ചേർന്നിട്ട് പിന്നെന്തായത് അത് പിന്നെ പല കോശങ്ങളും അതിലേക്ക് ചേർന്നിട്ട് പിന്നെ അങ്ങനെ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. നിങ്ങൾ പിന്നെ ഏത് പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുക്കളെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ നമ്മൾ പോട്ടെ, നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ ശരീരത്തിലെ ഒരൊറ്റ കോശം, നമ്മുടെ ശരീരത്തിലെ ഒരു കോശം എടുത്ത് നിങ്ങൾ ലാബറട്ടറിയിൽ പരിശോധിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്, അത് വലിയ ശക്തിയുള്ള പിന്നെ ടെലസ്കോപ്പ് അല്ലെങ്കിൽ മറ്റേ ഭൂതക്കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിന് ചെക്ക് ചെയ്ത് നോക്കൂ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള അത്ഭുതങ്ങൾക്ക് യാതൊരു കണക്കുണ്ടാവില്ല, യാതൊരു കണക്കുമില്ല. നമ്മൾ അമ്പരന്ന് പോകും. ഇപ്പോൾ കണ്ടുപിടിച്ചത് മാത്രമാണ് പറഞ്ഞു, ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നത് വേറെ. മനസ്സിലായില്ലേ? അതൊന്ന് കുറച്ച് വലുതാക്കി നോക്കി അതെങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കണികളും ഓരോ കോശങ്ങളും അതിന്റെ ഘടനയും അതിന്റെ സൗന്ദര്യവും അതിലെല്ലാം അടങ്ങിയിരിക്കുന്നതൊക്കെ നോക്കൂ. നമ്മുടെ സാധാരണ നഗ്ന നേത്രം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിന് വലിയ അതിനെ ശരിക്കും വലുതാക്കി കാണിക്കുന്ന ആ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അതെങ്ങനെയാണ് അവിടെ ആ രൂപത്തിൽ ഈ സംവിധാനിക്കപ്പെട്ടത്. അതാണ് എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും സ്വയമുള്ളവനായിരിക്കുന്ന ഉള്ളവനായിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിലേക്ക് എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ലിംകാനിഹാ വഫ്തിഖാരിഹാ ഇലാ മുഅസ്സിരിൻ വാജിബിൻ, നിർബന്ധമായും ഉണ്ടാവേണ്ടതായിരിക്കുന്ന ഒരു സൃഷ്ടാവിലേക്ക് ഈ വസ്തുക്കളെല്ലാം ആവശ്യമാകുന്നത് കൊണ്ട് തന്നെ തദുല്ലു അലാ വുജൂദിഹി, അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് മേൽ ഇത് അറിയിക്കുന്നുണ്ട്. ഇത് നിഷേധിക്കുന്നവൻ അവന്റെ സ്വന്തം അനുഭവത്തെ നിഷേധിക്കുന്നവനാണ്, പരമസത്യത്തെ നിഷേധിക്കുന്നവനാണ്. എത്ര നിഷേധികളുണ്ട്, കണ്ണ് കാണാത്തത്ര ആളുകളുണ്ട്. അവരുടെ വീക്ഷണത്തിൽ എന്താണ്, അവരൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഇല്ലാന്നാ മനസ്സിലാക്കുന്നത്. പലതിനെയും അവർ കാണുന്നില്ല, അതുകൊണ്ട് അവർ ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് പോലെ വിഡ്ഢികളാണ്. അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ നിഷേധിക്കുന്നവര്, ദൈവനിഷേധികൾ, നിരീശ്വരവാദികൾ, അവര് ഈ ലോകത്തെ സൃഷ്ടികൾ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വിഡ്ഢികളാണ് അവര് എന്ന് നമുക്ക് തീർത്തു വരാൻ കഴിയും. കാരണം ഓരോ വസ്തുക്കളും അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് അറിയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആലമെന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ വൻ പ്രപഞ്ചത്തിന്, വിശാലമായ പ്രപഞ്ചത്തിന് ആലമെന്ന് പറഞ്ഞു ചോദിച്ചാൽ, നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾ അടങ്ങുന്ന എല്ലാ വസ്തുക്കളും നമ്മളൊക്കെ ഇല്ലായ്മ നിന്ന് ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ഉണ്ടാക്കിയ ഒരാൾ വേണം. നമ്മൾ ആരും ഇവിടെ, ഞാൻ ഒരു ഏകദേശം ഒരു 40, 44, 45 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലോകത്തില്ല. പിന്നീട് ഞാൻ ഉണ്ടായി. അപ്പൊ എന്നെ സൃഷ്ടിച്ചത് ഞാനല്ല. ഏതായാലും എന്റെ വാപ്പാക്കും വാദല്ല വാപ്പയാണ് സൃഷ്ടാവ് എന്ന്. ഉമ്മാക്കും വാദല്ല, അവരെ മാതാപിതാക്കൾക്കും വാദല്ല, ആർക്കും വാദല്ല. അവനവനാണ്, അല്ലെങ്കിൽ ഞാനാണ് എന്റെ മകനെ സൃഷ്ടിച്ചതെന്ന് പറയില്ല. മകന്റെ കാരണക്കാരൻ ഞാനായിരുന്നേ പറയുള്ളൂ. വാലിദ് എന്ന് പറയാം, ഖാലിഖ് എന്നല്ല പറയുന്നത്. അപ്പൊ സൃഷ്ടിച്ചവൻ ഏതായാലും എന്തല്ല, അങ്ങനെയൊക്കെ പോട്ടെ, അത് കാരണമാണെന്ന് വെച്ചോളി. ഞാൻ ഉണ്ടാകാൻ, എന്റെ പിതാവ് ഉണ്ടാവാൻ, പിതാവിന്റെ പിതാവ് ഉണ്ടാവാൻ, അങ്ങനെ അങ്ങ് പോയി ആദം നബി അലൈഹി ഇസ്ലാമാണ്. ആദം നബിനെ ആരുണ്ടാക്കിയെന്നാല്? എന്നാൽ ആദം നബിനെ ആര് സൃഷ്ടിച്ചു? ആദം നബിയാണോ? അല്ല. ആദം നബിയെ ഖലഖഹു മിൻ തുറാബിൻ, അല്ലാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചു. അപ്പോൾ എന്ത് വേണം? ഒരു ഖാലിഖ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ അതുണ്ട്, എന്തായാലും എന്ത് വേണം? ഒരു സൃഷ്ടാവ് വേണം. അപ്പോ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും എന്തുമല്ല അറിയിക്കുന്നുണ്ട്? ഒരു സൃഷ്ടാവിന്റെ മേൽ അറിയിക്കുന്നത് കൊണ്ടാണ് ആലം അറിയിക്കുന്ന ഒന്ന്. ആലമീൻ, അള്ളാഹു സൃഷ്ടാവിനെ മേൽ അറിയിക്കുന്ന സർവ്വ വസ്തുവിനെയും പരിപാലിച്ചു പോറ്റുന്നവനാണ് അള്ളാഹു എന്നർത്ഥം വെക്കുന്നത്. അപ്പൊ ആലം എന്നുള്ളതിന്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ്? സാനിയാകുന്ന അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് മേൽ ഈ വസ്തുക്കളൊക്കെ അറിയിക്കുന്നുണ്ട്. എങ്ങനെ അറിയിക്കുന്നുണ്ട്? അവകൾ ഒരു നിർബന്ധമായിട്ടും ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടാവിലേക്ക് ആവശ്യമാകുന്നുണ്ട് എന്നുള്ളത് അതിന്റെ സൃഷ്ടാവിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തിനാ ബഹുവചനമാക്കിയത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്.
ഇപ്പോഴാണ് വരുന്നത്. വൈന്നമാ ജമഅഹു. എന്നപ്പോ ആലം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്ത് മനസ്സിലാക്കി നമ്മള്? ആലം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു അല്ലാത്ത സർവസ്വവും നാം മനസ്സിലാക്കി. എന്നാ പിന്നെ ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം പെട്ടില്ലേ? അല്ലാത്ത മുഴുവനും പെട്ട്. പിന്നെ ആലമീന്ന് പിന്നെ ബഹുവചനമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്ന് ബഹുവചനമാക്കിയിരിക്കുന്നത് വൈന്നമാ ജമഅഹു, അതിനെ ബഹുവചനമാക്കി ആലമീൻ എന്ന് പറഞ്ഞു. ലിയശ്മല, അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ്. മാ തഹ്തഹു, ആ ആലമിന്റെ കീഴിലുള്ള എല്ലാ ഐറ്റങ്ങളെയും മിനൽ അജ്നാസിൽ മുഖ്തലിഫത്തി, വ്യത്യസ്തമായിരിക്കുന്ന പല ഐറ്റങ്ങളും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? എറുമ്പിന്റെ ലോകം, പക്ഷിലോകം, സസ്യലോകം, മനുഷ്യലോകം, ജിന്ന് ലോകം, മലക്ക് ലോകം, പിന്നെ ജന്തുക്കളുടെ ലോകം, വന്യമൃഗങ്ങളുടെ ലോകം തുടങ്ങി എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ വ്യത്യസ്തമായിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ അതിന്റെ കീഴിലുള്ളത് കൊണ്ടാണ് അതിനെ ബഹുവചനമാക്കിയത്. എന്നാൽ ബഹുവചനമാക്കുമ്പോൾ എന്തിനാണ്? ബുദ്ധിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് യാവും നൂനും ഉപയോഗിച്ചുകൊണ്ടാക്കി. വൊല്ലിബല്ലൊക്കലാവും മിന്നും, അതാ ഇനി പറയാൻ പോകുന്നത്. വൊല്ലിബല്ലൊക്കലാവും മിന്നും, ഇവരിൽ നിന്ന്, അതായത് ഈ ആലമിന്റെ കീഴിൽ ഉൾപ്പെടുന്നതായിരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് മാത്രം ഉപയോഗിക്കുന്ന വാവ് കൊണ്ടും നൂന് കൊണ്ടും ജമ്മാക്കിയിരിക്കുന്നത്. അതാ വൊല്ലിബല്ലൊക്കലാവും മിന്നും ഫജമഅഹു, അവരിൽ നിന്ന് ബുദ്ധിയുള്ളവരെ ബുദ്ധിയില്ലാത്തവരെക്കാളും മികപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ് എന്താക്കി ഫജമഅഹു, അതിനെ എന്താക്കിയിരിക്കുന്നത്? ബഹുവചനമാക്കി. ബിൽ യാഇ വന്നൂനി, യാവ് കൊണ്ട് നൂന് കൊണ്ടും ബഹുവചനമാക്കി. യാവ് കൊണ്ട് നൂന് കൊണ്ടും ആലമീന എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് പിന്നെ സായിരി ഔസാഫിയും, അവരെ അതായത് ബുദ്ധിയുള്ളവരെ ബുദ്ധിയില്ലാത്തവരെക്കാളും കൂടുതൽ മികപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയാം, നമ്മളിപ്പോ അറബിയിലൊക്കെ പറഞ്ഞേക്ക, പിന്നെ മഗ്രിബൈനി അല്ല ഇഷായിനി എന്ന് പറയാറുണ്ട്. ഇഷായിനി എന്ന് പറയാറ് എന്തിനു വേണ്ടിയാണിത്? രണ്ട് ഇഷ ഉണ്ടോ? ഇല്ല, മഗ്രിബും ഇഷാവും കൂടിയിട്ട് പ്രയോഗമുണ്ട് ഇഷായിനി. ഇഷായിനെ മഗ്രിബിനേക്കാൾ എനിക്കും ഇഷ എന്ന് പറയാറുണ്ട്, ഇഷാക്കും ഇഷ എന്ന് പറയാറുണ്ട്. മഗ്രിബിനേക്ക് എന്തിനെ മികപ്പിച്ച് ഇഷായിന്റെ പേരിനെ മഗ്രിബിനും കൂടി കൊടുത്തിട്ട് ഇഷായിനി എന്ന് പറയുന്നത് പോലെ. അതുപോലെ ഷംസൈനി എന്ന് പറയാറുണ്ട്, അല്ല കമറൈനി എന്ന് പറയാറുണ്ട്. കമറൈനി എന്നുള്ള എന്തിനെ കുറിച്ച് പറയും? ഒന്ന് ചന്ദ്രനാണ്, ഒന്ന് സൂര്യനാണ്. രണ്ട് നക്ഷത്രം എന്നല്ല, രണ്ട് ചന്ദ്രൻ എന്നല്ല അവിടെ കമറൈനി എന്നുവെച്ചാല്, അതായത് ഈ സൂര്യനും കൂടി എനിക്ക് ഉൾക്കൊള്ളിച്ചിട്ട് ചന്ദ്രൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാം. അതുപോലെ ഇവിടെ ഇപ്പം എന്താണ്? ആലം എന്ന് പറയുന്നതിൽ ബുദ്ധിയുള്ളതായിരിക്കുന്ന ഏതൊക്കെ ഇവിടെ ബുദ്ധിയുള്ളവർ കൂട്ടേണ്ടത്? നമ്മള് അക്കലുള്ളവർ കൂട്ടേണ്ടത്. അക്കല് എന്ന് പറയാൻ പറ്റുന്ന മലക്കുകൾ അല്ലേ? മലക്കുകൾക്ക് അക്കലുണ്ട്, യാതൊരു സംശയവുമില്ല. പിന്നെ ജിന്നുക്കും അക്കലുണ്ട്, അത് യാതൊരു സംശയം. മനുഷ്യർക്കും അക്കലുണ്ട്. പിന്നെ അക്കലുണ്ട് എന്ന് പറയുകൊണ്ട് ജീവുള്ളവരവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ജീവ് ഉണ്ടെന്ന് പറയുമ്പോൾ വേറുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ പെട്ടു, അവൊക്കെ ജീവുള്ളതാണ്. അതിൻ്റെതായ രീതിയിൽ അക്കല് അതിനുണ്ട് അല്ലേ? ഒരു പക്ഷിക്ക് അല്ലെ ഒരു മൃഗത്തിന് എന്തുണ്ട്? അതിൻ്റെതായിരിക്കുന്ന പരിധിക്ക് അനുസരിച്ചുകൊണ്ട് എന്തുണ്ട്? കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരു ബുദ്ധി അതിനുണ്ട്. പക്ഷെ മനുഷ്യൻ്റെത് അത്ര മാത്രം വികസിച്ച ബുദ്ധിയല്ല എന്ന് മാത്രം. അപ്പൊ ബുദ്ധിയുള്ളതായിരിക്കുന്ന ആളുകളെ പിന്നെ മികപ്പിച്ച് കാണിക്കാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കുന്ന പദം ഇവിടെ കൊടുത്തു. മറ്റുള്ളത് പെടാത്തത് കൊണ്ടല്ല. സായിരി അസാഫിയും മറ്റുള്ളവർക്കുന്ന വസ്തുക്കളെ പോലെ തന്നെ, ആ മനുഷ്യരുടെ മറ്റുള്ള ഗുണങ്ങളെ പോലെ തന്നെ ഈ അക്രി എന്നുള്ള ഗുണത്തിനെ മികപ്പിച്ചുകൊണ്ടാണ് എന്തിരിക്കുന്നത്? വാവും നൂനും കൊടുത്തുകൊണ്ട് ബഹുവചനമാക്കിയത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കി. നമ്മൾ ഇതുവരെ മനസ്സിലാക്കി എന്ത്? റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, സർവ്വലോക രക്ഷിതാവ്, എല്ലാറ്റിനെയും ഓരോ വസ്തുക്കളെയും അതിന്റെ പരിപൂർണതയിലേക്ക്. ഇനി നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഈ അർത്ഥം നമ്മുടെ മനസ്സിൽ വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ അർത്ഥം വരണം. അപ്പോഴേ നമുക്ക് ഭയഭക്തി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാവുകയുള്ളൂ. ഖുശൂ ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്കാരമാവുകയുള്ളൂ. നിസ്കാരമായെങ്കിലേ അതിൽ നിന്ന് കബൂൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ തഫ്സീർ ഓതുന്നത്. അത് വിവിധങ്ങളായ അതിന്റെ ഓരോ പദങ്ങളിൽ കടക്കുന്ന ആശയങ്ങളൊക്കെ അതിനെ ചുരുളയിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും അള്ളാഹുവിലേക്ക് നമുക്ക് തഖ്വയോടുകൂടെ അമൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ആലമീൻ എന്ന് പറയാനുള്ള ആലം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടിയും പെട്ട്. പിന്നെ അതിനെ ബഹുവചനമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയപ്പെടുന്ന ലോകങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ച് അതിൽ നിന്ന് വിശേഷിച്ചുകൊണ്ട് അക്കിലുള്ളതായിരിക്കുന്ന വിഭാഗത്തിനെ മികപ്പിച്ചുകൊണ്ട് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ്?
യാവും നൂനും കൊണ്ട് ജമ്മാക്കി. അതാ മുസ്തലിഫ് ഇവിടെ ബലപ്പെടുത്തുന്ന ഒരു അഭിപ്രായം. പിന്നെ ഇനി നമുക്ക് വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. വക്കീല ഇനിയൊരു അഭിപ്രായം, ഇസ്മുൻ ഏത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഇതിനൊക്കെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പല അർത്ഥത്തിലും വന്നിട്ടുണ്ട്. വക്കീൽ ഇസ്മുൻ ലിദവിൽ ഇൽമി മിനൽ മലായികത്തി വസ്സഖലൈനി, ഇൽമുള്ളതിനുള്ള പേരാണ് ഏത് ഇസ്മുൻ വുളിയ. ആലമ് എന്നുള്ളത് ഇസ്മുന്റെ ഒരു പേരാകുന്നു. വുളിയ അത് പേര് വെക്കപ്പെട്ടതിൽ റവിൽ ഇൽമി, ഇൽമുള്ളതിനിക്ക്, ഇൽമുള്ളതിനിക്കാണ് ഏത് പേര് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആലമ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അഭിപ്രായമായിട്ടാ പറഞ്ഞത്, മനസ്സിലാക്കുന്ന അല്ലാണ്. പക്ഷെ മുസന്നിഫ് അതിനെ എന്തെങ്കിലും ബലപ്പെടുത്തിയിട്ട് അതുകൊണ്ടാണ് കീല പറയപ്പെട്ടെന്നത്. കീല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പറഞ്ഞ ആളില്ല, അല്ലെ ആളെ പറയാൻ മാത്രമല്ല, പ്രബലനല്ല എന്നതുകൊണ്ടാണ് കീല പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് പറയപ്പെട്ടിട്ടുള്ളൂ വെച്ചാൽ ഈ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിന് അത്ര ഇതിനില്ല, പ്രബലത പ്രാമുഖ്യം ഈ പറഞ്ഞ അഭിപ്രായത്തിനില്ല. എന്നാലും ഒരർത്ഥം അതിനുണ്ട്, അതും കൂടി മനസ്സിലാക്കാലോ. അറിവ് വികസിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇസ്മുൻ, ആലം എന്ന് പറയുന്നത് ഇസ്മുൻ ഒരു പേരാണ്. വുളിയ അത് വച്ചിരിക്കുന്നില്ല ദവിൽ ഇൽമി, അറിവുള്ളവർക്കാണ് ആലം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അറിയപ്പെടുന്ന സൃഷ്ടാവിനെ അറിയിക്കുന്ന എല്ലാ വസ്തുവിനിക്കുന്നാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു. എന്നാൽ അതിന് സൃഷ്ടാവിനെ അറിയിക്കുന്ന ഇൽമുള്ളതിനിക്ക്, അതാരൊക്കെ ഇൽമുള്ളത് ആരൊക്കെയാണ്? മലായിക്കത്തെ മലക്കുകൾ വസക്കലേന് ജിന്നും മിൻസും. അപ്പൊ ജിന്നും മിൻസും മലക്കുകൾക്കുമാണ് ആലമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റബ്ബുൽ ആലമീൻ ജിന്നുകളെയും മിൻസുകളെയും മലക്കുകളെയും എല്ലാം തന്നെ പരിപാലിച്ചു പോറ്റുന്നവനായ, അത് മാത്രല്ല പക്ഷെ മറ്റുള്ളതിനൊക്കെ അള്ളാഹുവിനല്ലേ, അത് അവതനാവുലുഹുലി ഗൈരിഹിം അലാ സബിൽ ഇസ്തിത്ബായി. അപ്പൊ മലക്കുകളും ജിന്നുകളും മനുഷ്യരും ആണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ പെടുന്നുണ്ട്. എങ്ങനെയാണ് അത്? ജിന്നുകളെയും, അതായത് ബുദ്ധിയുള്ളതായിരിക്കുന്ന അറിവുള്ളതായ ജിന്നുകളെയും മലക്കുകളെയും മനുഷ്യനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് അവരെ പരിപാലിച്ചു പോറ്റുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ബുദ്ധിയും കഴിവില്ലാത്ത വസ്തുക്കളെ എന്തായാലും അള്ളാഹു തആല പോറ്റുന്നുള്ള ഉറപ്പാണല്ലോ. അത് ബില്ലൗല കൊണ്ടാ ഏറ്റവും കൂടുതലായിട്ട്. അതായത് ഈ മലക്കുകളാകുന്ന കോടാനുകോടി മലക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോടാനുകോടി മലക്കുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ പോറ്റുന്നവൻ അള്ളാഹു ആണെങ്കിൽ ഈ കല്ലും മുള്ളിനൊക്കെ സൃഷ്ടിക്കാനും പോറ്റാനാണ് അള്ളാഹു തആലക്ക് പ്രയാസം? അള്ളാഹു തആലക്ക് ഒന്നും പ്രയാസമല്ല. അപ്പോ ഈ ബുദ്ധിയുള്ളതായിരിക്കുന്ന വസ്തുക്കളെ തന്നെ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്ത, അത്ര അഖിലില്ലാത്തതായ, വിവേകമില്ലാത്തതായ, അറിവില്ലാത്തായിരിക്കുന്ന വസ്തുക്കളെ എന്തായാലും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? തർബിയത്ത് ചെയ്യുന്നുണ്ട്. അതാ തനാവുലുഹു ലിഗൈരിഹിം. അപ്പൊ ആലമ് എന്നുള്ളതിൽ മലക്കുകളും ജിന്നുകളും മിൻസും അല്ലാത്തവരും ഉൾക്കൊള്ളിക്കുന്നതോ അത് അലാ സബീൽ ഇസ്തിത്ബായി, ഇത് ഉൾക്കൊണ്ടാൽ ഇത് മറ്റെന്തായാലും പെടുമെന്നുള്ള അർത്ഥത്തിലാകുന്നു. വഖീല, ഇനി വേറെ അഭിപ്രായം, അനാബിഹി അന്നാസ് ഹാവുന. ഇവിടെ ആര് പെടുന്നില്ല, മലക്കുകളും ജിന്നുകളും ഒന്നും ഇവിടെ ഉദ്ദേശിക്കേണ്ട, ഇവിടെ മനുഷ്യർ മാത്രമാണ്. മൂന്നാമത്തെ അഭിപ്രായം, ആലമെന്ന് റബ്ബുൽ ആലം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ റബ്ബ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫൈന കുല്ല, അതാ അനാബിഹി അള്ളാഹു തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ആലമീൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അന്നാസ ആരെയാകുന്നു? മനുഷ്യരെയാകുന്നു. അന്നാസ മനുഷ്യരെയാകുന്നു. പിന്നെ എന്താ അടുത്തത്? ഹാഹുന ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യരെയാകുന്നു. പിന്നെ ഫൈന കുല്ല വാഹിദി മിൻഹും, ഈ മനുഷ്യർ എന്നുള്ള എല്ലാ ഓരോരുത്തരും. അപ്പൊ എന്തിനാ ജമ്മാക്കിയത്? മനുഷ്യരുദ്ദേശിച്ച ആലം എന്ന് പറഞ്ഞാൽ പോരെ, ആലമീനാന്ന് എന്തിനാണ് പറഞ്ഞത്? ഫൈന കുല്ല വാഹിദി മിൻഹും ആലമുൻ. പിന്നെ ഈ മനുഷ്യരായ ഓരോ മനുഷ്യരും ഓരോ ലോകമാണ്. ഫൈന കുല്ല വാഹിദി മിൻഹും, മനുഷ്യരിൽപ്പെട്ട ഓരോ വ്യക്തികളും ഒരു ലോകമാണ്. അതൊരു പിന്നെ വേറെ ചില ആളുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനും ഓരോ പ്രപഞ്ചമാണ് എന്നുള്ള, ഓരോ മനുഷ്യനും ഓരോ പ്രപഞ്ചമാണ് അവനെക്കൊള്ള ചേർത്ത് നോക്കുമ്പോൾ. അതുപോലെ ഫൈന കുല്ല വാഹിദി മിൻഹും, ഈ നാസിർ മനുഷ്യരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും ആലമുൻ, അത് ഒരു ലോകമാണ്. മിൻഹൈസ് ഇന്നോ ഇസ്തമിലു അലാ നദായിരി മാഫിൽ ആലമിൽ കബീരി, അത് ചെറിയ ലോകം. ഏതുപോലെ വലിയ ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ചെറിയ ലോകമാവുന്ന മനുഷ്യനിലും ഉൾക്കൊണ്ടിട്ട് മിനൽ ജവാഹിരി വൽ ആറാദി, ഈ ലോകത്ത് കാണുന്ന വസ്തുക്കളുടെ ചെറിയ രൂപങ്ങളൊക്കെ മനുഷ്യനിലുണ്ട്. ലോകമാകുന്ന വലിയ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ചെറിയ രൂപമായിട്ട് ഉണ്ട് ചെറിയ ലോകമാകുന്ന മനുഷ്യനിൽ അത് പിന്നെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ കുറിച്ചുകൊണ്ട് ആലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാ ഒന്ന് അർത്ഥം വെക്കുക, ഫൈന കുല്ല വാഹിദുൻ മിൻഹും ആലമുൻ, ഈ നാസിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും എന്താകുന്നു?
ആലമാകുന്നു, ലോകമാകുന്നു. കാരണം മിൻ ഹൈസ് ഇന്നു ആ മനുഷ്യനിൽ ഉൾക്കൊള്ളുന്നു, യസ്തമിലു അത് ഉൾക്കൊള്ളുന്നുണ്ട് അലാ നളായിറ മാഫിൽ ആലമിൽ കബീരി, വലിയ ലോകത്തിലുള്ളതായിരിക്കുന്ന വസ്തുവിനെ പോലെയുള്ളത് മനുഷ്യനിലും ഉള്ളത് കൊണ്ട്. മിനൽ ജവാഹിരി, അത് ഏതൊക്കെയാണ്? ജൗഹറുകൾ, ജൗഹർ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു, മനസ്സിലായില്ലേ? തടിയും അതിൽ ഉള്ളായിരിക്കുന്ന നിറം പോലുള്ളായിരിക്കുന്ന വസ്തുക്കളും. യുഅലമു ബിഹസാനു, ആ മനുഷ്യനിലുള്ളായിരിക്കുന്ന ഓരോ വസ്തുവിനെ എടുത്ത് പരിശോധിച്ചാലും അള്ളാഹുവിനെ അത് അറിയിക്കുന്നുണ്ട്. കമാ യുഅലമു ബിമാ ഫി അബ്ദഹു ഫിൽ ആലമിൽ കബീരി, ഈ വലിയ ലോകത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതായിരിക്കുന്ന ഓരോ വസ്തുക്കളെ കൊണ്ടും അള്ളാഹുവിനെ അറിയുന്നത് പോലെ മനുഷ്യനിലുള്ളായിരിക്കുന്ന ഓരോ അവയവങ്ങളും, കൈയെടുത്ത് നോക്കൂ, കണ്ണെടുത്ത് നോക്കൂ, മൂക്കെടുത്ത് നോക്കൂ, തലയെടുത്ത് നോക്കൂ, തലച്ചോറെടുത്ത് നോക്കൂ, അവന്റെ നാസാധാരം എടുത്തു നോക്കൂ, അവന്റെ ശ്രവണപുടം എടുത്തു നോക്കൂ, എല്ലാം എടുത്തു നോക്കി മനുഷ്യന്റെ സൃഷ്ടിപ്പെട്ട ഓരോന്നും എടുത്തു പരിശോധിച്ചു നോക്കൂ, അതെല്ലാം അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. ഏതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എടുത്തു പരിശോധിച്ചാലും അള്ളാഹുവിനെ അത് കുറിക്കുന്നത് പോലെ മനുഷ്യനിലെ ഓരോ കാര്യങ്ങളും, അവയവങ്ങളാവട്ടെ അവന്റെ വസ്തുക്കളാവട്ടെ, എല്ലാം അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനുഷ്യരെ തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ ആലമെന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ, ഈ ലോകത്തുള്ളായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിയിക്കുന്നത് പോലെ മനുഷ്യനിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിയിക്കുന്നു എന്ന ബന്ധം വെച്ചുകൊണ്ട്. ചില ഖുർആനായത്ത് നമുക്ക് കാണാം, ചില ആയത്തിലൊക്കെ കണ്ടത് സൂറത്തുൽ ഫുർഖാനിൽ കാണാം, ലിയകൂന ലിൽ ആലമീന നദീറാ. കണ്ടോ, അവിടെ ആലമെന്ന് ഖുർആൻ, നിങ്ങൾ ആലമെന്ന് എല്ലായിടത്തും ഒരേ അർത്ഥത്തിനല്ല. ഇവിടെ എന്താ അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞെന്താ? പ്രവാചകരെ, നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് ലോകർക്ക് മുന്നറിയിപ്പ് നൽകാനാണ്. അതായത് ലോകർ എന്നുള്ളത് ഇപ്പൊ എന്താ ഉദ്ദേശം? ഈ പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളാണോ? അല്ല. അവിടെ എന്താ ഉദ്ദേശം? മനുഷ്യർക്കും ജിന്നുകൾക്കും ഉപയോഗിച്ചോളൂ. ലിയകൂനലിൽ ആലമീൻ നദീറ. അപ്പൊ ഖുർആനിൽ കാണുന്ന ആലമീൻ എന്നുള്ളത് എല്ലായിടത്തും വേറെ അർത്ഥമല്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതക്കുള്ള ഒരു ദുഷ്പ്രവർത്തനം ഉണ്ടായിരുന്നു. ലൂത്ത് നബിന്റെ കൗമിന് എന്താണ്? സ്വവർഗരതി എന്ന് പറയുന്നതായ ഏറ്റവും മോശപ്പെട്ടതായിരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു ലൂത്ത് നബിന്റെ ജനത. അപ്പം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമ് അവരോട് ഉപദേശിച്ച്, ജനങ്ങളെ, ഈ പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന ലൈംഗിക പ്രവർത്തനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏർപ്പെടരുത്. അത് പ്രകൃതി വിരുദ്ധം, അതിൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതായിരിക്കുന്ന സ്ത്രീവർഗമുണ്ടല്ലോ, അവരെ നിങ്ങൾ അനുവദനീയ മാർഗത്തിൽ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ സ്ത്രീകളെ കൈവിട്ടുകൊണ്ട് നിങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന പുരുഷന്മാരെ സമീപിക്കുന്ന സ്വവർഗരതി എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ടതായ പ്രവർത്തനം നടത്തരുത് എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അതഅതൂന ദുക്റാന മിനൽ ആലമീൻ. കണ്ടോ, അതഅതൂന ദുക്റാന, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ? മിനൽ ആലമീന, ലോകരിൽ നിന്ന്. അവിടെ ലോകരിൽ വെച്ചാൽ എല്ലാ സർവ്വലോകവുമല്ല, മനുഷ്യരിൽ നിന്ന് പുരുഷന്മാരെ, സ്ത്രീകളെ വിട്ടുകൊണ്ട് പുരുഷന്മാരെ. അപ്പോൾ ആലമീനാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ചില ആയത്തുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആലമീന എന്നുള്ളത് ഇവിടെ പറഞ്ഞ സർവ്വലോകം എന്നുള്ള അങ്ങോട്ട് വ്യാപകമായ അർത്ഥം വരുന്നില്ല. അവിടെയൊക്കെ ചില സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അർത്ഥങ്ങളോട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വെക്കാനും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? അതാ. അപ്പോ ഇവിടെ ആലമീന എന്നുള്ളത് ഉദ്ദേശം എന്താകുന്നു? മനുഷ്യരാകുന്നു. അങ്ങനെ വെക്കുമ്പോൾ എന്തായി തീർന്ന് അവരെ ബഹുവചനമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ മനുഷ്യരും ഓരോ പ്രപഞ്ചമാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ അറിയിക്കുന്ന വസ്തുക്കളുള്ളതുപോലെ മനുഷ്യരിലും അള്ളാഹുവിനെ അറിയിക്കുന്ന വസ്തുക്കളുണ്ട് എന്ന് അർത്ഥം. ഇനി എന്താ അടുത്തത്? ബാക്കിയുണ്ടല്ലോ അല്ലെ. വലുതാലിക്ക, ഇതുകൊണ്ടാണ്, അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിയിക്കുന്നത് പോലെ മനുഷ്യനിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സൗവാ, അള്ളാഹു തആല സമപ്പെടുത്തിയത് ബൈനൻ നളിരി ഫീഹിമ, ഈ പ്രപഞ്ചത്തിലും മനുഷ്യനിൽ ചിന്തിക്കുവാനും. നിങ്ങൾ ചിന്തിക്കണം, പ്രപഞ്ചത്തിൽ നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യനിലും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ ചിന്തിക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തിലുള്ളതുപോലെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ അറിയിക്കുന്നത് പോലെ മനുഷ്യനിലുള്ള എല്ലാ കാര്യങ്ങളും, അവന്റെ അവയവങ്ങളാവട്ടെ, അവന്റെ അവസ്ഥാവിശേഷങ്ങളാവട്ടെ, ഗുണങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. അത് അള്ളാഹു പറയുന്നത് വക്കാലത്താൽ അള്ളാഹു പറഞ്ഞു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഖുർആനിൽ പറഞ്ഞില്ലേ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതാ പ്രപഞ്ചത്തിലുണ്ട്, അതുപോലെ നിങ്ങളിലും എന്തുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ? ഇവിടെ എന്താ അർത്ഥം? ഇവിടെ മനസ്സിലായ സുഹൃത്തുക്കളെ,
വഫി അംഫുസിക്കും, നിങ്ങൾ പ്രപഞ്ചത്തിൽ ചിന്തിക്കണം. വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ചിന്തിക്കണം. വേറെ ആയത്തിൽ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വഫി എന്താണ് ലിനുരി വകദാലിക നുരിഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. ഇത് പ്രകാരം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ച ചക്രവാളങ്ങളിൽ നാം കാണിച്ചു കൊടുക്കും, അവരെ ശരീരത്തിലും കാണിച്ചു കൊടുക്കും. അപ്പൊ എന്തായി തീർന്ന്? പ്രപഞ്ചത്തെയും മനുഷ്യ ശരീരത്തെയും അല്ലാഹു തആല ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ചിന്തിക്കുമ്പോൾ സൃഷ്ടാവിലേക്ക് നിങ്ങൾക്ക് പിന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നത് പോലെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലെ? മനുഷ്യന്റെ ശരീരഘടന മാത്രം എടുത്താൽ മതി. മനുഷ്യന്റെ ശരീരഘടന, അവന്റെ ഓരോ തന്മാത്രകളും അവനിലായിരിക്കുന്ന ഓരോ വസ്തുക്കളൊക്കെ എടുത്ത് പരിശോധന വിധേയമാക്കുന്ന സമയത്ത് അവന് ബോധ്യപ്പെടും ഇതെന്താകുന്നു, ഇതിനെ പടച്ചവനായിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം ഏവർക്കും ബോധ്യപ്പെടും. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെയും സൃഷ്ടികളെയും മനുഷ്യരെയും അല്ലാഹു തആല തുല്യപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് ആയത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആലിമീന എന്നുള്ളത് മനുഷ്യർ എന്നും വെക്കാം എന്ന്. പിന്നെ കുരിയ റബ്ബിൽ ആലമീന എന്ന് ഓത്തുണ്ട് കേട്ടോ. നമ്മൾ ഓത്തിനെ പറ്റി പറയാം. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞ് റബ്ബിൽ ആലമീന എന്നുള്ളതിന്റെ ചർച്ച കഴിഞ്ഞ് റബ്ബൽ ആലമീന എന്ന് ഓത്തുണ്ട് ബിൻ നസ്ബി. നമ്മൾ ഓതുന്ന എന്താ യഥാർത്ഥത്തില്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നുള്ള റബ്ബിന് ജെറ് കൊണ്ട് കസറ് കൊണ്ടാണ് നമ്മൾ ഓതുന്നത്. ഇനി വേണമെങ്കിൽ റബ്ബൽ ആലമീന എന്നും മദ്ഹ്, അതായത് അംദഹു റബ്ബൽ ആലമീന എന്നുള്ള മദ്ഹ് നസ്ബ് ചെയ്തുകൊണ്ടിട്ട് അവൻ നിദാ അല്ലെങ്കിൽ നിദാന്റെ അർഫ് യാ റബ്ബൽ ആലമീൻ അഹമ്മദുക്ക അൽഹംദുലില്ലാഹി ലക അൽഹംദുലില്ലാഹി യാ റബ്ബൽ ആലമീൻ എന്ന് ഒരു പിന്നെ യാ കൊടുത്തുകൊണ്ട് നിദാ വിളിച്ചുകൊണ്ട് യാ റബ്ബൽ ആലമീൻ അങ്ങനെ പറയാം. പക്ഷെ അതൊക്കെ വളരെ ബലഹീനമായിരിക്കുന്ന ഓത്താണ് അതൊക്കെ. ഔ ബിൽ ഫീലില്ലദി ദല്ല അലൈഹിൽ ഹംദു, അല്ലെങ്കിൽ ഹംദ് അറിയിച്ചതായിരിക്കുന്ന ഒരു ഫീൽ കൊണ്ട്. ഇവിടെ അൽഹംദു എന്ന് പറയുന്നത്, അപ്പോ അൽഹംദു പടച്ചവനെ നിങ്ങൾ സ്തുതിക്കുന്നു, ഇല്ല അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും, അവൻ എന്താകുന്നു അഹമ്മദു റബ്ബൽ ആലമീൻ. അപ്പൊ അതിന്നൊരു ഫീൽ എടുത്തിട്ട് എന്ത് ചെയ്യാ? അതിന്നൊരു ഫീൽ ഉണ്ടാക്കിയിട്ട് ഹംദാൻ റബ്ബൽ ആലമീൻ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാ? നസ്ബ് ചെയ്യാ. അതാണ് പറയുന്നത്. പിന്നെ കമാഹിയ വഫിഹി ഔ ബിൽ ഫീലില്ലദി ദല്ല അലൈഹിൽ ഹംദു, ഹംദ് അറിയിച്ചതായിരിക്കുന്നതായ ഒരു ഫീൽ കൊണ്ടിട്ട് നസ്ബ് ചെയ്യാം. നമ്മൾ ഓതുന്നത് ഈ ഓത്ത് തന്നെ നമ്മൾ ഓതുന്നുണ്ട്. വഫിഹി വേറെ ഇനി വിഷയം വേറെ പറയാണ്. വഫിഹി ദലീലുൻ, ഇതിലുണ്ട്. വഫിഹി ദലീലുൻ, ഈ പറഞ്ഞതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൽ ആലമീനാൻ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അല്ലാഹു തആല പിന്നെ ഒരു വിശേഷിപ്പിച്ചിരിക്കുന്നത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. റബ്ബിൽ ആലമീൻ എങ്ങനെയുള്ളതായിരിക്കും? അള്ളാഹു ആകുന്നു റബ്ബിൽ ആലമീൻ ആയ അള്ളാഹു. അപ്പൊ റബ്ബിൽ ആലമീന എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു താല വേറെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്? വേറെ ഒരുപാട് ഗുണങ്ങളില്ലേ? അള്ളാഹു താലാക്ക് വേറെ പറഞ്ഞുകൂടായിരുന്നോ? ഖാലിഖ് എന്നോ റാസിഖ് എന്നോ ഒക്കെ പറയാലോ. അള്ളാഹു താലാക്ക് അവനാകുന്ന സർവസ്തുതിയും. അതിന് കാരണം എന്താ പറയുന്നത്? അപ്പൊ ഇത് റബ്ബിൽ ആലമീനാണ്. അപ്പൊ റബ്ബിൽ ആലമീനാണ് എന്നുള്ളത് ഒരു ഗുണമായിട്ട്, ഹംദിന് അർഹമാക്കാനുള്ളതായിരിക്കുന്ന ഒരു ഗുണമായിട്ട് പറയാനുള്ള കാരണം അതിനെന്തുണ്ട്? കാരണമല്ല, അതിൽ ഒരു വേറെ ഇങ്ങോട്ട് വഫീഹി ദലീലുൻ അല അന്നൽ മുംകിനാത്തി കമാഹിയ മുഫ്തഖിറത്തുൻ ഇലൽ മുഹദിസി. ഈ വസ്തുക്കളൊക്കെ തന്നെ അതുണ്ടാക്കുന്ന ഒരാളെക്കൊള്ള ആവശ്യമാകുന്നത് പോലെ തന്നെ ഹാല ഹുദൂസിയ, അതില്ലായ്മക്ക് ശേഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരാളെ ആവശ്യമുണ്ട് എന്നുള്ളത് പോലെ ഫഹിയ മുഫ്തഖിറത്തുൻ ഇലൽ മുബ്ഖി ഹാല ബഖായിഹ, അത് നിലനിൽക്കുമ്പോൾ നിലനിർത്താനും ഒരാൾ ആവശ്യമുണ്ട് എന്ന് അറിയിക്കാനാണ് എന്ന് ഇതിൽ സൂചനയുണ്ട്. എന്ന് സൂചനയല്ല, വ്യക്തമായ ലക്ഷ്യം അതിലുണ്ട്. അപ്പൊ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചമാവുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാൻ നമുക്കൊരു സൃഷ്ടാവിനെ ആവശ്യമുള്ളതുപോലെ സൃഷ്ടിച്ചതിന് ശേഷം അതെന്നും നിലനിൽക്കുവാനും ആരെക്കാളുള്ള ആവശ്യമുണ്ട്? ഒരു ബാക്കിയാക്കുന്നതായ അള്ളാഹുലേക്കുള്ള ആവശ്യമുണ്ട് എന്നുള്ളത് അറിയിക്കുന്ന റബ്ബ്. അതുകൊണ്ട് എന്തായിട്ട് അർത്ഥം? റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അപ്പൊ എന്താർത്ഥം എന്നാണ്? സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുക. സൃഷ്ടിക്കുക എന്നുള്ളത് എന്താണ്? അവന്റെ ഔദാര്യമാണ്. നമ്മൾ എന്ത് ഇല്ലായ്മ നിന്ന് സൃഷ്ടിക്കുക എന്നുള്ളത്. സൃഷ്ടിച്ചിട്ട് പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സൃഷ്ടിച്ചിട്ട് ഒഴിവാക്കില്ല,
അള്ളാഹു താല സൃഷ്ടിച്ചു കയറ്റവിടെ വിട്ടേച്ചതാണോ? അല്ല. ആ ഓരോ സൃഷ്ടികൾക്കും അനുയോജ്യമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അതാത് സെക്കൻഡുകൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, ആ വസ്തു ഉണ്ടാക്കാൻ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ അള്ളാഹുവിനേക്കുള്ള ആവശ്യമാകും പോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് നിലനിൽക്കാനും ഒരു നിലനിർത്തുന്നവനായ മുബുക്കിയേക്കുള്ള ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ഏതെന്ന് ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റബ്ബുൽ ആലമീന എന്നുള്ള പദം വന്നത് കൊണ്ടിട്ട് പിന്നെ അത് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ അപ്പൊ തൽക്കാലം ഇന്ന് അവിടെ നിന്നോട്ടെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അർറഹ്മാനുർ റഹീം എന്നുള്ളതാണ്. അർറഹ്മാനുർ റഹീം എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും കൂടി ഒന്ന് പറയാം. അർറഹ്മാനുർ റഹീം. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് എല്ലാവിധ സ്തോത്രവും സ്തുതിയും അള്ളാഹുവിനാണ്. എന്തുകൊണ്ട്? അവൻ റബ്ബുൽ ആലമീനാണ്. പിന്നെ ആരും കൂടിയാണ് അവൻ? റഹ്മാനുർ റഹീമുമാണ്. അപ്പോ മാലിക് യൗമിദ്ദീനാണ്. അപ്പോ പിന്നെ അന്ത്യ നാളിന്റെ അല്ലെ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനും അവനാണ്. എല്ലാ വസ്തുക്കളെയും പിന്നെ അവന് സൃഷ്ടിക്കുകയും അവന്റെ റഹ്മത്ത് കൊണ്ട് സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അവനെ വൈപ്പെട്ടവന് മാത്രം ഗുണം ചെയ്യുക, വൈപ്പെടാത്തവന് ഗുണം ചെയ്യാതിരിക്കുക എന്നുള്ള ഗുണങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ വൈപ്പെടുന്നവർക്കും വൈപ്പെടാത്തവരെയും എല്ലാവരെയും അള്ളാഹു തആല തർബിയത്ത് ചെയ്യുന്നുണ്ട്. അതാ റഹ്മാന്. അള്ളാഹു തആല റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ടാണ് അവൻ ഹംദ് കിട്ടിയത്. റഹ്മാനുമാണ്, റഹീമുമാണ്. റഹ്മാനുമാണ്, റഹീമുമാണ്, മാലിക്കുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു തആലാക്ക് എല്ലാ സ്തുതിയും എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ നാം സ്തുതിക്കേണ്ടത്. അപ്പൊ ചുരുക്കം പറയാനുണ്ടെങ്കിൽ ഖുർആനിലെ പിന്നെ ബിസ്മി ചൊല്ലിയോട് നമ്മൾ എന്ത് ചെയ്ത്? ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം. അവിടെ നമ്മൾ എന്ത് ചെയ്ത്? റഹ്മാനുർ റഹീമിന്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അത് ആവർത്തനമല്ലേ വന്നത്? അല്ലേ? ഫസ്റ്റ് തന്നെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനുർ റഹീം, വീണ്ടും അർറഹ്മാനുർ റഹീം എന്നുള്ള ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നുള്ള ആവർത്തനമല്ലേ? ഖുർആനിൽ ഇങ്ങനെ ആവർത്തനം വരുമോ? ആവർത്തനം എന്നുള്ളത് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറയുന്നതിന്റെ അതിന്റെ പാശ്ചാത്തലമെന്ന് വേറെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനുർ റഹീം എന്നുള്ള അർറഹ്മാനുർ റഹീം എന്നുള്ളതിന്റെ പാശ്ചാത്തലം മറ്റൊന്നാണ്. അത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ആവർത്തനം എന്ന് പറഞ്ഞു ആദ്യം ഒരു വിഷയം പറഞ്ഞ് അതേ ആവശ്യം വീണ്ടും ഒന്നുകൂടി പറയാം. അതല്ല ആവർത്തനം എന്നറിയാം. ഇതല്ല. ആദ്യം അർറഹ്മാനുർ റഹീം എന്ന് ബിസ്മിൽ അർറഹ്മാനുർ റഹീം എന്നുള്ളത് വേറെ ഒരു കാര്യത്തിന് സ്ഥിരപ്പെടുത്താനാണ്. എന്നാൽ ശേഷമുള്ള അർറഹ്മാനുർ റഹീം എന്നുള്ളിടത്താണെങ്കിലോ അത് വേറൊരു കാര്യത്തിനോട് രണ്ട് കാര്യത്തിനാകുമ്പോൾ ആവർത്തനം വരുന്നില്ല. രണ്ട് വിഷയങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആവർത്തനം ഉണ്ടെങ്കിലും രണ്ടും ഒരു ആശയത്തെ മാത്രമല്ല, രണ്ട് ആശയങ്ങളെ പ്രതിഫലിപ്പിക്കാനാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത് എന്നാണ് ചുരുക്കം. അതായത് പിന്നെ ഇവിടെ ഇപ്പൊ രണ്ട് തരം ആവർത്തനം ഉണ്ട് അല്ലെ? ബിസ്മില്ലാഹി റഹ്മാനുർ റഹീം, അവിടെ അള്ളാഹുവിനെ ആവർത്തിച്ച് വന്നു ബിസ്മില്ലാഹി. പിന്നെ അൽഹംദുലില്ലാഹി, അപ്പൊ ബിസ്മിയിലും അൽഹംദുലൊക്കെ അള്ളാഹ് എന്നുള്ളത് ആവർത്തിച്ച് വന്നു. അതുപോലെ പിന്നെ അർറഹ്മാനുർ റഹീം എന്നുള്ളോടത്ത് റഹ്മാനുർ റഹീം ഒരിക്കൽ വന്ന് അൽഹംദുലില്ലാഹി അല്ല ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം അർറഹ്മാനുർ റഹീം എന്നുള്ളത് ഒരിക്കൽ വന്ന്. പിന്നെ അൽഹംദു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇത് വന്നു ഇവിടെ അർറഹ്മാനുർ റഹീം എന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടാശയത്തിനാണ്. ആദ്യം പറഞ്ഞത് മുസന്നിഫ് റഹിമഹുല്ലാ അല്ല പിന്നെ മുസന്നിഫ് അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്ത് പറഞ്ഞു? ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു, ഞാൻ ആരംഭിക്കുന്നു, ഭക്ഷിക്കുന്നു, ഞാൻ നടന്നു പോകുന്നു, എല്ലാം വെളിപ്പെട്ടു. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം എല്ലാ കാര്യത്തിലും തുടങ്ങേണ്ടത്? അതിന്റെ കാരണമാണ് അവൻ റഹ്മാനാണ് റഹീമാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ നാമം ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ നാം അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങണം. എന്തുകൊണ്ട്? അവൻ റഹ്മാനാണ് റഹീമാണ്. ഈ ലോകത്ത് അവന് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാകുന്നു. അതുപോലെ ഈ ലോകത്ത് അള്ളാഹുവിന് മാത്രം വൈപ്പെട്ടവർക്ക് അവൻ പരലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനാകുന്നു. അതുകൊണ്ട് അവന്റെ നാമം കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ് ബിസ്മില്ല റഹ്മാനുർ റഹീം എന്നുള്ളതിന്റെ അർത്ഥം. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് അർറഹ്മാനുർ റഹീം ഉണ്ടല്ലോ, ആ അർറഹ്മാനുർ റഹീമിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനാകുന്ന സർവസ്തുതി എന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാനുള്ള കാരണം എന്താണ്?
അവൻ റബ്ബുൽ ആലമീനാകുന്നു എന്ന് മാത്രമല്ല റഹ്മാൻ റഹീം ആകുന്നു. അപ്പൊ ഒന്ന് അള്ളാഹുവിന് നാമം കൊണ്ട് തുടങ്ങാനുള്ളതായിരിക്കുന്ന കാരണത്തിലാണ് റഹ്മാൻ റഹീം എന്നുള്ളത് ആദ്യത്തിൽ വന്നത്. രണ്ടാമത്തതാണെങ്കിലോ അള്ളാഹുവിന് എന്തുകൊണ്ടാണ് എല്ലാ സ്തുതിയും അവൻ അർഹനായത് എന്നുള്ളതിന്റെ കാരണമാണ് അവൻ റഹ്മാൻ റഹീമുമാണ് എന്ന് പറയാം. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്, ഏറ്റവും ചുരുങ്ങിയത് അർ-റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കിയ വ്യക്തിക്ക് ഒരു ഭീകരവാദിയോ ഒരു തീവ്രവാദിയോ ഒരു പിന്നെ തീവ്രവാദിയോ ആവാൻ സാധ്യമല്ല. എന്തുകൊണ്ടാ സഹോദരന്മാരെ? അതെന്തുകൊണ്ടാ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു മുസൽമാന്, യഥാർത്ഥ മുസൽമാൻ ഒരു തീവ്രവാദിയാവാനോ ഭീകരവാദിയാകാനോ സാധ്യമല്ല. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാ? അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ബിസ്മി ചൊല്ലിട്ടാണ് ഇറങ്ങുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? റഹ്മാനായ അള്ളാഹുവിന്റെ നാമത്തിൽ. എന്താ റഹ്മാന്റെ അർത്ഥം? ഈ ലോകത്ത് അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനോ അങ്ങനത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നിട്ട് അള്ളാഹിനെ സ്തുതിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അവൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അവൻ ചെയ്യുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹ ഓതുന്നു. എന്നിട്ട് അവൻ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. എന്തുകൊണ്ട്? അവൻ റഹ്മാനാകുന്നു. എന്താ റഹ്മാന്റെ അർത്ഥം? ഈ ലോകത്ത് വഴിപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് വഴിപ്പെടാതെ ജീവിക്കുന്ന താന്തോന്നികളായ, എന്റെ മതത്തിൽ പെടാത്തായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, മതമില്ലാത്തവരുണ്ട്, ജൂതന്മാര്, എല്ലാവരും ഉണ്ട്. എല്ലാ വിഭാഗം ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ആവശ്യമായ എല്ലാ വസ്തുക്കളും, വായു അവന്റേതാകുന്നു, ഭക്ഷണം അവന്റേതാകുന്നു, ഭൂമി അവന്റേതാകുന്നു, എല്ലാം അവനക്ക് കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പം മുസ്ലിമായ എനിക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കൂല. അവൻ അത് മനസ്സിലാക്കിയാൽ അവൻ ആരായിത്തീർന്നു? അവൻ ഭീകരവാദിയായി. എന്നെ പോലെ തന്നെ മറ്റെല്ലാ മതക്കാർക്കും ഇവിടെ താമസിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹു റഹ്മാനാണ്. റഹ്മാനായതുകൊണ്ട് അവനെ സ്തുതിക്കുന്നു. അപ്പൊ റഹ്മാനായ അള്ളാഹുവിനെ സ്തുതിച്ചതായിരിക്കുന്നു ഒരുത്തന് മറ്റൊരു മതവിശ്വാസിയെ കൊള്ളെ അവനെ കൂട്ടത്തോടെ കൊന്നൊടുക്കുവാനോ അവനെ സംബന്ധിച്ചുകൊണ്ട് മോശമായ രീതിയിൽ കരുതുവാനോ പാടില്ല. അവരൊക്കെ എന്ത് ചെയ്യും? സൗമ്യമായ നിലയ്ക്ക് അവർ സത്യത്തിലേക്ക് ക്ഷണിക്കണം. അതവസരത്തിൽ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അവൻ ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. അതാണ് റഹ്മാൻ എന്നുള്ളതിന്റെ അർത്ഥം. അള്ളാഹുവിനെ അവൻ സ്തുതിക്കുന്നത് അവൻ റഹ്മാനായതിന്റെ പേരിലാണ്. അപ്പോ യഥാർത്ഥ ഒരു മുസൽമാന് എന്താവാൻ സാധിക്കുകയില്ല? അവനൊരു ഭീകരവാദിയാവോ അല്ലെങ്കിൽ അവനൊരു തീവ്രവാദിയോ ആവാൻ സാധിക്കുകയില്ല എന്നുള്ളതും കൂടി നമുക്ക് ഫാത്തിഹയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയായ ഖുർആന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് റബ്ബ് നൽകുമാറാവട്ടെ. വന്നുപോകുന്ന കുറ്റങ്ങളും പിഴവുകളൊക്കെ അല്ലാഹു വിട്ടുപുറത്തുകൊണ്ട് കൂടുതൽ സത്യത്തിലേക്ക് നമ്മളെല്ലാവരും അല്ലാഹു നയിക്കട്ടെ. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ സർവ്വദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുകയും നമ്മുടെ എല്ലാവിധ അസുഖങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ റാഹത്ത് കുറവുകളും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല പരിഹരിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് സമയമായി. അഡ്മിന്മാരാരെങ്കിലും മൈക്കിലേക്ക് വന്നുകൊണ്ട് നിയന്ത്രിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.